നാളുകളിൽ ദേവനുടെ ആഴമായ സത്യത്തെ നാം കേട്ടുകൊണ്ടിരുന്നു. ഈ ദിനങ്ങളിലായി ആഴമേറിയ ദൈവിക സത്യങ്ങളാണ് നാം കേട്ടുകൊണ്ടിരുന്നത്. These days we have been listening to the profound word of God. ഇன்றைக்கு மகிமையின் மேன்மையை குறித்தும் மகிமையை பெற்றுக்கொள்வதை குறித்தும் മഹിമ ഇഴന്നു പോകുന്ന വിഷയത്തെ കുറിച്ചും ചിന്തിപ്പോമാക. മഹത്വത്തിന്റെ വൈശിഷ്ട്യത്തെ കുറിച്ചും അത് എങ്ങനെ പ്രാപിക്കാമെന്നും അത് ഏത് വിധത്തിൽ നഷ്ടമാകുന്നു എന്നുള്ളതും നമുക്ക് ചിന്തിക്കാം. Tonight let us sup on the greatness of glory, the fashion in which we can attain the glory, the way that may be lost. ആധാരமாக എസെക്കിയേൽ 1-ാം അധ്യായം 28-ാം വചനത്തെ വാസിപ്പോമാക. എസെക്കിയേൽ പ്രവചനം 1-ാം അധ്യായം 28-ാം വാക്യം അതിനാധാരമായി നമുക്കിപ്പോൾ വായിക്കാം. For the same purpose let us move on to the book of Ezekiel, read chapter 1 verse number 28. അതിന്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ കാഴ്ച പോലെയായിരുന്നു. യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു. സംസാരിക്കുന്ന ഒരുത്തിന്റെ ശബ്ദവും ഞാൻ കേട്ടു. As the appearance of the bow that is in the cloud in the day of rain, so was the appearance of the brightness round about. This was the appearance of the likeness of the glory of the Lord. And when I saw it, I fell upon my face, and I heard a voice of one that spake. மழை பெய்யும் நாளில் மேகத்தில் வானவில் எப்படி காணப்படுகிறதோ அப்படியே சுற்றிலுமுள்ள அந்த பிரகாசம் காணப்பட்டது. இதுவே கர்த்தருடைய மகிமையின் சாயலுக்குரிய தரிசனமாயிருந்தது. இதுவே கர்த்தரின் மகிமைக்குரிய சாயலுக்குரிய தரிசனமாயிருந்தது. இதுவே യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷത. This was the appearance of the likeness of the glory of the Lord. அந்த மகிமையை குறித்து நாம் இந்த மாலவேளையில் ചിന്തിക്ക പോകും. ഈ സന്ധ്യാവേളയിൽ നമുക്ക് ആ മഹത്വത്തെ കുറിച്ച് ചിന്തിക്കാം. This evening we are going to meditate on the same glory. BC 650-ാം ആണ്ടുക്കും 640-ാം ആണ്ടുക്കും ഇടയിൽ എഴുതപ്പെട്ട ദീർഘദർശന പുസ്തകം താൻ എസെക്കിയേലിൻ പുസ്തകം. BC 650-നും 640-നും ഇടയിൽ വിരചിതമായ പ്രവചന പുസ്തകമാണ് യെഹെസ്കേൽ പ്രവചന പുസ്തകം. This book of Ezekiel was one that is authored between BC 650 and 640. இப்போது இஸ்ரவேல் மக்கள் அடிமைகளாக பாபிலோன் தேசத்தில் കേബാർ നദി അണ്ടയിൽ കാണപ്പെടുകിன்றார்கள். ആ കാലയളവിൽ ഇസ്രായേലിയർ ബാബേലിൽ പ്രവാസികളായി കെബാർ നദീ തീരത്ത് പാർത്തിരുന്നു. Now Israelites have been bound captives, spending the time on the bank of the river Kibar. அந்த கேபார் நதி அண்டையில் எசெக்கியேல் சோர்ந்து போகாமல் அதைரியப்படாமல் ஏன் இப்படி சம்பவிக்க வேண்டும் என்ற கேள்வியை கேட்காமல் அவன் தேவனுக்குள் ஜெபாவியை பெற்று ஜெபித்த இந்த தீர்க்க தரிசனம் உரைத்தார். ആ കെബാർ നദീ തീരത്ത് ഒട്ടും മടുക്കാതെ ക്ഷീണിക്കാതെ ഇതൊക്കെ എന്തിനാണ് സംഭവിക്കുന്നത് എന്നുള്ളതായ ചിന്ത ഒട്ടും വരാതെ തന്നെ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറഞ്ഞവനായി യെഹെസ്കേൽ പ്രവാചകൻ ഈ ദർശനങ്ങളെയൊക്കെ കണ്ടു. In that scenario he was not disgruntled, he was not dispirited, rather he received the spiritual prayer and he got all these visions and revelations. എസെക്കിയേൽ കൃപയെ പെറ്റ ഒരു മനുഷ്യൻ. യെഹെസ്കേൽ കൃപ പ്രാപിച്ച ഒരു മനുഷ്യൻ. Ezekiel was a man who received the grace of God. പാട്ടിൽ കൃപയ്ക്ക് ഇറക്കം എന്ന് നാം വാസിക്കുന്നു. പഴയ നിയമകാലയളവിൽ നാം കൃപയ്ക്ക് പകരം ദയ എന്നാണ് വായിക്കുന്നത്. In the Old Testament this grace is also known as mercy. ഇറക്കം പെറ്റ മനുഷ്യர்கள் സോർന്നു പോക മാട്ടാറുകൾ എന്ന് 2 കൊരിന്ത്യർ 4-ാം അധ്യായം 1-ാം വചനത്തിൽ വാസിക്കുന്നു. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, കരുണ ലഭിച്ച മനുഷ്യർ ഒട്ടും അധൈര്യപ്പെടാറില്ല. 2 Corinthians chapter 4 the first verse we understand, the people who obtained the mercy of God they never get frustrated. இப்படிப்பட்ட ஊழியம் செய்கிற நாங்கள் இரக்கம் பெற்றிருப்பதால் സോർന്നു പോവതില്ലേ എന്ന് നാം വാസിക്കുന്നു. അതുകൊണ്ട് കരുണ ലഭിച്ചിട്ട് ഞങ്ങൾക്ക് ഈ ശുശ്രൂഷ ഉണ്ടാകയാൽ ഞങ്ങൾ അധൈര്യപ്പെടാറില്ല എന്ന് പൗലോസ് അവിടെ പറയുന്നു. There we read that as we receive the mercy from God we are not at all fainted. നാമും ഇറക്കത്തെ പെറ വേണ്ടും. നാമും കരുണ പ്രാപിക്കണം. We too must obtain this mercy. ഇറക്കത്തുക്കും കൃപയ്ക്കും വ്യത്യാസമുണ്ട്. കരുണയ്ക്കും കൃപയ്ക്കും കാതലായ വ്യത്യാസമുണ്ട്. There's a subtle difference between mercy and grace. എസെക്കിയേൽ ഇറക്കം പെറ്റ മനുഷ്യൻ. യെഹെസ്കേൽ കരുണ ലഭിച്ചവനാണ്. Ezekiel received the mercy of God. அந்த அடிமை வீடாகிய பாபிலோன் தேசத்தில் வந்தபோது கேபார் நதி அண்டையில் வந்தபோது அவன் சோர்ந்து போகவில்லை.
அவனுடைய ஊழியத்தை அவன் செய்தார், ஜெபித்தார், தீர்க்க தரிசனம் உரைத்தார். അടിമത്ത നാടായ ആ ബാബേലിൽ ആയിരുന്നപ്പോഴും അവൻ മടുത്തില്ല, അധൈര്യപ്പെട്ടില്ല. അവൻ പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറഞ്ഞ് അവൻ ശുശ്രൂഷിച്ചു, അവൻ പ്രവചന ദൗത്യം നിറവേറ്റി. Although he was in the strange country under bondage in Babylon, although he was on the bank of river Kibar, he was not dispirited. Rather, he received the grace of God. He had revelations, made the prophecy. ഇതേപോലെ ദേവനുടെ ഇരക്കം നാം പെറ്റിരുപ്പോമാകിൽ നാമും കൂടെ എന്ത് സൂഴ്നിലയിലും സോർന്നു പോകാൻ മാട്ടോം. സമാനമായ നിലയിൽ നാം ദൈവത്തിന്റെ കരുണ ലഭിച്ചവരായാൽ ഏത് സാഹചര്യത്തിലും നാം ഒട്ടും അധൈര്യപ്പെടുകയില്ല. After this similitude, what may be the circumstances which visit us, if we receive the grace of God, mercy of God, we will not be dispirited. இந்த இடத்தில் அவன் கண்ட தரிசனம் പുതിയ ഏർപ്പാട്ട് സഭയെ കുറിച്ചുള്ള ദർശനം താനിവിടെ കണ്ട ദർശനം എന്നത് പുതിയ നിയമ സഭയെ കുറിച്ചുള്ള ദർശനം തന്നെയാണ്. In this context, he has a vision about the New Testament church. അത് 4 ജീവൻകൾ എന്റെ പേരിൽ അറിയപ്പെടുகிறது. 4 ജീവികൾ എന്നാണ് അവ അറിയപ്പെടുന്നത്. They are known in the name of 4 beasts. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to God. இந்த இடத்தில் 37 ആഴமான സത്യങ്ങളെ നാം பார்க்கலாம். നമുക്ക് ഈ സ്ഥാനത്ത് 37 ആഴമായ സത്യങ്ങൾ കാണാൻ കഴിയും. Here we come across 37 deep truths. മുൻകാലത്തിൽ നമ്മുടെ പരിശുദ്ധവാൻകൾ അതൊരു ചാർട്ടാക പോട്ട് ഇതേപോലെ ഒരു ചാർട്ടാക പോട്ട് അരുമயான വേദപാഠം തന്നിരുന്നാர்கள். ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്ന ഇതുപോലെയുള്ള ചാർട്ടുകൾ വെച്ചുകൊണ്ട് നമ്മുടെ മുൻകാല വിശുദ്ധന്മാർ ഇതിനെക്കുറിച്ച് നല്ല ആഴമായ വേദപാഠങ്ങൾ നടത്തുമായിരുന്നു. In the time past, our ancestors, our saints, used to give Bible study based on the chart prepared on the same theme. ஆனால் இந்த 4 ജീവൻകളെ കുറിച്ച് സൺഡേ സ്കൂൾ സിലബസിലോ മറ്റും ഉപദേശ പുസ്തകങ്ങളാകവോ നാം ഇന്നും എഴുതവില്ല. എന്നാൽ ഈ 4 ജീവികളെ കുറിച്ച് നമ്മുടെ സൺഡേ സ്കൂൾ സിലബസിലോ അല്ലെങ്കിൽ മറ്റു പുസ്തകങ്ങളിലോ ആഴമായി നമ്മൾ ഇതുവരെയും എഴുതിയിട്ടില്ല. Touching these 4 ways, we haven't made any writing and publication in connection with the Sunday school syllabus or our publication. ஆனால் ചില പരിശുദ്ധവാൻകൾ പഴയ നമ്മുടെ പരിശുദ്ധവാൻകൾ പാസ്റ്റർ എ.സി. തോമസ് അവர்கள் കൊടുത്തതാണ് നോട്ട്സ് வைத்து സ്റ്റഡി എടുക്കുന്നதாக ഞാൻ കേൾവിപ്പെട്ടു. എന്നാൽ നമ്മുടെ പാസ്റ്റർ എ.സി. തോമസ് അപ്പച്ചൻ നൽകിയതായ സ്റ്റഡി ആ നോട്ട്സ് വെച്ചുകൊണ്ട് നമ്മുടെ ചില വിശുദ്ധന്മാർ ഇതിനെക്കുറിച്ചുള്ള വേദപാഠം നൽകുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട്. However, saints like Pastor A.C. Thomas, they prepared notes based on that. They gave study. Following the study, our saints give study. ആശീർവദിപ്പ് കൂടാരത്തെ പോലെ ഒരു മുഖ്യமான വിഷയം താൻ இந்த 4 ജീവൻകൾ. സമാഗമന കൂടാരം പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു വിഷയം തന്നെയാണ് ഈ 4 ജീവികൾ എന്നത്. These 4 beasts are as important as the theme, the tabernacle of the congregation. ഒരു 30 വർഷങ്ങൾക്ക് മുന്നമേ പാസ്റ്റർ ബോബി അവர்கள் മധുரை തമുക്ക മൈതാനത്തിൽ வைத்து ഇതിനുടെ ഒരു ചാർട്ട് പോട്ട് സ്റ്റഡി കൊടുത്താർ. ഏറെക്കുറെ 30 വർഷങ്ങൾക്ക് മുൻപായി നമ്മുടെ പാസ്റ്റർ ബബി അവർകൾ മധുരയിലുള്ള തമുക്കം ഗ്രൗണ്ടിൽ വെച്ച് ഇതുപോലെ ഒരു ചാർട്ട് ഇട്ട് ഇതിനെക്കുറിച്ച് വേദപാഠം നടത്തി. Nearly 30 years ago, our late Pastor Bobby at Tamukkam ground, he published a chart and gave message based on this. ആനപടിനാൽ ഇവിധமான സത്യങ്ങൾ മറുപടിയും നാം പേസ വേണ്ടിയത് അഭിശ്യം. ആകയാൽ ഇങ്ങനെയുള്ള സത്യങ്ങളെ നമ്മൾ ആവർത്തിച്ച് പ്രസ്താവിക്കേണ്ടത് അത്യാവശ്യമാണ്. Therefore, it is mandatory. We have to repeatedly preach about these truths. ഇതെല്ലാം പുതിയ ഏർപ്പാട്ട് സഭയെ കുറിച്ചുള്ള ആഴமான സത്യങ്ങൾ. ഇതെല്ലാം പുതിയ നിയമസഭയെ സംബന്ധിക്കുന്ന ആഴമായ സത്യങ്ങൾ മാത്രമാണ്. These are all the profound truths in connection with the New Testament church. അതിനുടെ 7ാം വചനത്തെ നാം വാസിക്കുമ്പോൾ അതിന്റെ 7ാം വാക്യം നമ്മൾ വായിച്ചാൽ verse number 7. അത് പോകയിൽ തിരുമ്പുകൃതില്ല എന്ന് വാസിക്കും. അത് പോകുമ്പോൾ തിരിയേണ്ട ആവശ്യമില്ലായിരുന്നു. As it goes forward, no need to turn back. എന്ത് ദിശയ്ക്ക് പോക വേണ്ടുമോ അന്ത ദിശയ്ക്ക് അത് പോയിവിടും. അത് ഏത് ദിക്കിലേക്ക് പോകേണ്ടിയിരുന്നോ ആ ദിക്കിലേക്ക് അത് പോകും. It goes the direction in which it ought to have gone. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to God. അത് തിരുമ്പ വേണ്ടിയ ആവശ്യമില്ല എന്ന് 7ാം വചനത്തിൽ വാസിക്കുന്നു. അതിന് തിരിയേണ്ട ആവശ്യമില്ല എന്ന് 7-9 വാക്യങ്ങളിലൊക്കെ കാണാം. No need to turn. We read in verse number 7. തിരുമ്പ എന്ന് சொன்னால் ദേവസഭയിൽ പിന്മാറ്റമില്ല എന്ന് അർത്ഥം.
തിരിയുക എന്ന് പറഞ്ഞാൽ ദൈവസഭയിൽ പിന്മാറ്റമില്ല എന്നാണ് അർത്ഥം. which means no backsliding in the real church of God. പിന്മാറ്റമില്ലാமல் നാം ജീവിക്ക വേണ്ടിയത് ദേവസിത്തം. പിന്മാറ്റം വരാത്ത ജീവിതം നയിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. It's the will of God. We have to accomplish a life അതൊക്കെ இந்த devoid to സത്യങ്ങൾ backsliding. നമുക്ക് എല്ലാവർക്കും മുഖ്യം തേവ സത്യങ്ങൾ. അതുകൊണ്ട് ഈ സത്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ്. For the same purpose, we have to imbibe all these deeper truths in our life. ഇங்கே ഒരു മഹിമയെ നാം പാർക്കിன்றோம். നാം ഇവിടെ ഒരു മഹത്വത്തെയാണ് കാണുന്നത്. Here we come across a glory. മഹിമയിൻ മേന്മ என்ன? മഹത്വത്തിന്റെ വൈശിഷ്ട്യം എന്ത്? What's the excellence of this glory? രണ്ടാമത് മഹിമയെ വിട്ടുപോവത്, മഹിമയെ ഇഴന്നു പോവത് എപ്പടി? മഹത്വം എങ്ങനെയാണ് നഷ്ടപ്പെടുന്നത്? In other words, secondly, how does a person lose this glory? മൂന്നാമത് അതേ മഹിമയെ പെറ്റുകൊള്ളുന്നത് എപ്പടി? മൂന്നാമതായി ഇതേ മഹത്വം നമുക്ക് എങ്ങനെ നേടിയെടുക്കാം? Thirdly, how can we attain this glory of God? தேவன் தருகிற சமயத்துக்கு ஏற்றபடி இந்த மூன்று விஷயத்தை அற்பமாக நாம் சிந்திப்போமா. കർത്താവ് അനുവദിക്കുന്ന സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ വിഷയത്തെ നമുക്ക് അല്പമായി ചിന്തിക്കാം. According to the time God permits, we shall have brief discussion on this subject. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. முதலாவது இந்த 4 ஜீவன்கள் തോന്നിനത് എപ്പടി എന്ന് നാം പാർപ്പോം. ഒന്നാമതായി ഈ 4 ജീവികൾ എങ്ങനെയാണ് പ്രത്യക്ഷമാകുന്നത് എന്ന് കാണാം. First, let us try to analyze what's the origin of these four beasts. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. முதலாம் அதிகாரம் 4ഉം 5ഉം വസനങ്ങളെ വാസിക്കുമ്പോൾ ഒന്നാം അധ്യായത്തിലെ 4-5 വചനങ്ങളിൽ As we go through verses 4 and 5 of the first chapter, அந்த வசனத்தில் 5 കാര്യങ്ങളെ നാം പാർക്കിன்றோம். ആ തിരുവചനങ്ങളിൽ നിന്ന് നമുക്ക് 5 കാര്യങ്ങൾ കാണാം. we come across 5 things there. വടദിശയിലെ പുസൽ കാറ്റ്, വടക്ക് നിന്നൊരു കൊടുങ്കാറ്റ്, A whirlwind from the north, அதுக்கு மேலே மேഘവും, അതിന് മീതെ ഒരു വലിയ മേഘം, above which a great cloud. മൂന്നാമത് அதுக்கு ചുറ്റിലും അഗ്നിയും, മൂന്നാമതായി അതിന് ചുറ്റിലും പാളിക്കത്തുന്ന തീ, Thirdly, enfolding fire. നാലാമത് പ്രകാശം, നാലാമതായി ഒരു പ്രകാശം, Fourthly, a brightness. ஐந்தாமது சொகுசாவின் நிறத்திலே, അടുത്തതായി ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ച, Fifthly, color of amber. அந்த சொகுசாவின் நிறத்திலிருந்து 4 ജീവൻകൾ തോന്നിനത്. ആ ശുക്ലസ്വർണം പോലെയുള്ള കാഴ്ചയുടെ നടുവിൽ നിന്നാണ് ഈ 4 ജീവികൾ പ്രത്യക്ഷമായത്. From the amberous color, these four beasts came out. இந்த 4 ജീവനുകൾക്ക് ஒவ்வொரு ജീവനുകൾക്കും 4 തല കാണപ്പെടുகின்றன. ഈ 4 ജീവികൾക്കും ഓരോന്നിനും 4 മുഖമുണ്ടായിരുന്നു. Each one had 4 respective faces. ഒരു തല മനുഷ്യനുடைய മുഖം, ഒന്ന് മനുഷ്യ സാദൃശ്യമായിരുന്നു. One is that of human being. രണ്ടാമത് സിംഹത്തിൻ തല, അടുത്തതായിട്ട് സിംഹമുഖം. സിംഹമുഖമായിരുന്നു. Secondly, that is a lion. രണ്ടാമത് കഴുകിൻ മുഖം, അടുത്തതായി കഴുകുമുഖം. Thirdly, is that of the നാലാമത് eagle. എരുതിൻ മുഖം. നാലാമതായി കാളക്കിടാവിന്റെ മുഖം. And the fourth one is that of the bull. നമ്മുടെ ദേശത്തിൽ ഒരു മുദ്രയുണ്ട്, അതുതാൻ അശോക സ്തംഭം. നമ്മുടെ ദേശത്തിന് ഒരു മുദ്രയുണ്ടല്ലോ, അശോക സ്തംഭം. Our nation has got a seal that is called Ashoka അശോക seal. സ്തംഭത്തിക്ക് ചുറ്റിലും 4 തല 4 മുഖം. ആ അശോക സ്തംഭത്തിന് ചുറ്റിലുമായിട്ട് 4 തല 4 മുഖങ്ങൾ കാണുന്നുണ്ട്. Around which you can come across 4 beasts, 4 heads. அந்த 4 തലയും സിംഹത്തിൻ തലയെ പോലെ കാണപ്പെടുகிறது. എന്നാൽ അവിടെയുള്ള 4 തലകളും അത് സിംഹത്തിന്റെ തല തന്നെ അതുപോലെ കാണപ്പെടുന്നു. All the four resemble lion. ஆனால் ഇതിലെ 4 വ്യത്യസ്തமான തലകൾ, മുഖങ്ങൾ. എന്നാൽ ഇവിടെ നമ്മൾ കാണുമ്പോൾ ഇതിന് 4 വ്യത്യസ്തമായ തലകളാണ് അല്ലെങ്കിൽ മുഖങ്ങളാണ്. Interestingly, here are these 4 on different faces. അതേപോലെ 4 ജീവൻകൾ, അതുപോലെ 4 ജീവികൾ. Accordingly, 4 beasts. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. മനുഷ്യ മുഖം என்பது അൻപേ വെളിപ്പെടുത്തുகிறது. മനുഷ്യമുഖം സ്നേഹത്തെ പ്രതിനിധാനം ചെയ്യുന്നു. Human face discloses love. 4 മുഖങ്ങളും ക്രിസ്തുവിൻ 4 വിധ സ്വഭാവത്തെ ഈ വെളിപ്പെടുത്തുகிறது. 4 മുഖങ്ങളും ക്രിസ്തുവിന്റെ 4 സ്വഭാവങ്ങളെയാണ് വെളിപ്പെടുത്തുന്നത്. 4 faces typify 4 different characteristics മനുഷ്യ of Jesus മുഖം Christ. என்பது അൻപേ വെളിപ്പെടുത്തുகிறது. മനുഷ്യാമുഖം സ്നേഹത്തിന്റെ പ്രതീകം. Human face typifies human love. സിംഹമുഖം என்பது വിശ്വാസത്തെ വെളിപ്പെടുത്തുகிறது. സിംഹമുഖം വിശ്വാസത്തിന്റെ പ്രതീകം. Lion's face speaks about faith. എരുതുമുഖം என்பது പരിശുദ്ധത്തെ വെളിപ്പെടുത്തുகிறது. കാളയുടെ മുഖം എന്നത് വിശുദ്ധിയുടെ പ്രതീകം. Bull speaks about കാള the holiness. என்பது പാടുപെടുகிற ജീവി. കാള കഠിനാധ്വാനത്തിന്റെ പ്രതീകം. Bull speaks about hard labor.
கழுகு என்பது பரிசுத்தத்தை வெளிப்படுத்துகிறது. കഴുകൻ വിശുദ്ധിയുടെ പ്രതീകം. Eagle is a type and holiness. அப்படி 4 ஜீவன்கள், ഇങ്ങനെ 4 ജീവികൾ. There's 4 creatures. 4 ஜீவன்கள் என்பது 4 வித பூர்ணம். 4 ജീവികൾ എന്നത് 4 വിധ പരിപൂർണത. 4 creatures speak out 4 branches of perfection. விசுவாசத்தின் பூர்ணம், ഒന്ന് വിശ്വാസത്തിന്റെ പൂർണത, Perfection of faith, அன்பின் பூர்ணம், സ്നേഹത്തിന്റെ പൂർണത, perfection of love, பரிசுத்தத்தின் பூர்ணம், വിശുദ്ധിയുടെ പൂർണത, perfection of holiness, பாடுபடுவதில் பூர்ணம், தேவசித்தமான எல்லாவற்றிலேயும் பூர்ணப்படுவது. ദൈവഹിതമായ സകലത്തിന്റെയും കഠിനാധ്വാനത്തിന്റെയും പൂർണത. perfection of suffering. ஆனால் வெளிப்படுத்தின 4ஆம் அதிகாரத்தில் நாம் பார்க்கும்போது എന്നാൽ വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ As we turn to the book of Revelation, அங்கே chapter ஒரு 4, சிங்காசனத்தை நாம் பார்க்கிறோம். നാം അവിടെ ഒരു സിംഹാസനം കാണാം. there also we notice a അതിന് throne. ചുറ്റിലും 4 ജീവன்களை பார்க்கிறோம். അതിനു ചുറ്റിലും നമ്മൾ 4 ജീവികളെ കാണുന്നു. Around which we come across 4 ஒவ்வொரு creatures. ஜீவனுக்கும் ஒவ்வொரு தலை, ஒவ்வொரு முகம் மட்டும். എന്നാൽ അതിൽ ഓരോ ജീവികൾക്കും ഓരോ മുഖം, ഓരോ തല മാത്രമേ ഉള്ളൂ. Each has got a head and a face. இது ரெண்டும் 2 விஷயத்தை வெளிப்படுத்துகிறது. ഇവ രണ്ടും 2 വ്യത്യസ്ത വിഷയങ്ങളെയാണ് കാണിക്കുന്നത്. These two are 2 different themes. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be பழைய to God. ஏற்பாட்டு பரிசுத்தவான்கள் ஒவ்வொரு விஷயத்தில் அவர்கள் பூர்ணப்பட்டால் போதும். പഴയ നിയമ ഭക്തന്മാരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവർ പൂർണ്ണരായാൽ മതി. Touching the Old Testament saints, in one aspect they needed to be perfect. அபிரகாம் விசுவாசத்தில் வளர்ந்து விசுவாசத்தில் பூர்ணப்பட்டார். അബ്രഹാം വിശ്വാസത്തിൽ വളർന്നു തികഞ്ഞു. Abraham progressed in faith, he became perfect in it. தாவீது தேவசித்தத்தில் வளர்ந்து தேவசித்தத்தில் பூர்ணப்பட்டார். ദാവീദ് ദൈവഹിതത്തിൽ വളർന്ന് ദൈവഹിതത്തിൽ തികഞ്ഞവനായി. David to go in doing the will of God, இதே became போல perfect in பழைய it. ஏற்பாட்டு ஒவ்வொரு பரிசுத்தவான்களும் ஒவ்வொரு விஷயத்தில் வளர்ந்து அதில் பூர்ணப்பட்டார். ഇതുപോലെ പഴയ നിയമത്തിൽ ഓരോ ഭക്തനും ഓരോ വിഷയത്തിൽ വളർന്ന് ആ വിഷയത്തിൽ അവർ പൂർണ്ണത പ്രാപിച്ചു. Thus in the Old Testament, every saint grow in every angle and attain perfection in the same alone. புதிய ஏற்பாட்டு பரிசுத்தவான்களை பார்க்கலும் திருசபையை பார்க்கலும் பழைய ஏற்பாட்டு பரிசுத்தவான்கள் குறைவுள்ளவராக காணப்படுகிறோம். ആകയാൽ പുതിയ നിയമത്തിലെ വിശുദ്ധന്മാരെക്കാളും സഭയെക്കാളും പഴയ നിയമ ഭക്തന്മാർ അവർ കുറഞ്ഞ നിലവാരമുള്ളവരാകുന്നു. About the measure of holiness, more than the New Testament saints, the Old Testament saints are lacking. மத்தேயு 11ஆம் அதிகாரம் 11ஆம் வசனத்தை நாம் வாசிக்கும் போது മത്തായിയുടെ സുവിശേഷത്തിലെ 11-ാം അധ്യായം 11-ാം വചനം നോക്കിയാൽ As we turn to Matthew's Gospel, chapter 11, verse 11. ஸ்திரீகளில் பிறந்தவன் யோவான் ஸ்நானகனை பார்க்கலும் பெரியவனாக ஒருவனும் பிறக்கவில்லை, ஆகிலும் பரலோக ராஜ்யத்தில் மிகவும் சிறியவன் യോവാനെ പാർക്കിലും പെരിയവൻ എന്ന് നാം വാസിக்கிறோം. സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവൻ ആരുമില്ല, പക്ഷേ സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാൻ സ്നാപകനേക്കാൾ വലിയവനും നമ്മുടെ വായിക്കുന്നു. Among them that are born of women, they hath no reason greater than John the Baptist, notwithstanding he that is least in the kingdom of heaven is அப்போது greater than he. யோவான் ஸ்நானகன் சொல்லப்படுகிறதான அந்த நகரத்தில் காணப்படுகிறது இல்லை, அந்த தேவ ராஜ்யத்தில் காணப்படுகிறது இல்லை. അവിടെ പരാമർശിക്കപ്പെടുന്ന ആ ദൈവരാജ്യത്തിൽ പക്ഷേ യോഹന്നാൻ സ്നാപകൻ കാണുന്നില്ല, നരകത്തിലും പോയിട്ടില്ല. However, John the Baptist is not found in the city referred to there. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. சுவிசேஷங்களில் சொல்லப்படுகிற தேவ ராஜ்யம், பரலோக ராஜ்யம் என்பது புதிய எருசலேம், സിയോനെ വെളിപ്പെടുത്തുகிறது. സുവിശേഷം പരാമർശിക്കുന്ന സ്വർഗരാജ്യവും ദൈവരാജ്യവും അത് സിയോനെയും പുതിയ യെരുശലേമിനെയുമാണ് കാണിക്കുന്നത്. The kingdom of God, the kingdom of heaven, referred to in the Gospels, referring to New Jerusalem and Zion. പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ, പരിശുദ്ധാത്മാഭിഷേകത്തിൽ കൂടെ, by the anointing of the Holy Ghost. എബ്രായർ 12-ാം അധികാരം 22-ാം വചനത്തിൻപടി, എബ്രായ ലേഖനം 12-ാം അധ്യായം 22-ാം വചനപ്രകാരം, as per Hebrews chapter 12 verse number 22, നാം സിയോനിലും യെരുസലേമിലും വന്നു ചേർന്നു വിട്ടു. നാം സിയോന്റെ അടുക്കലേക്കും സ്വർഗീയ യെരുശലേമിന്റെ അടുക്കലേക്കും വന്നെത്തിക്കഴിഞ്ഞു. we have come unto Mount Zion and heavenly Jerusalem. അഭിഷേകത്തിനാൽ നാം ഇപ്പോൾ പരമ യെരുസലേമിൽ സിയോനിൽ കാണപ്പെടുகிறோம். അഭിഷേകത്തിൽ നാം ഇപ്പോൾ സ്വർഗീയ യെരുശലേമിലും സിയോനിലുമാണ് കാണപ്പെടുന്നത്. By this anointing we are now found in heavenly Zion and Jerusalem. അതുதான் എഫേസ്യർ 2-ാം അധികാരം 7-ാം വചനത്തിലും വാസിக்கிறோம். എഫെസ്യ ലേഖനം 2-ാം അധ്യായം 7-ാം വാക്യത്തിലും ഇത് തന്നെയാണ് കാണുന്നത്. In Ephesians chapter 2 verse 7, the same thing is outlined. നിങ്ങളെ ഉയർപ്പിച്ച് പരലോകത്തിൽ ഉക്കാരവും ചെയ്താർ. ക്രിസ്തുവിൽ നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗ്ഗസ്ഥലങ്ങളിൽ തന്നോടുകൂടെ ഇരുത്തി. We are raised with the Lord Jesus Christ and set with him in the heavenly places.
കൊലോസിയർ 3:1 അതേ സത്യത്തെ നാം പാർക്കിன்றோம். കൊലോസ്യർ 3:1 സമാനമായ സത്യം തന്നെയാണ്. Again, Colossians chapter 3, the first verse speaks about the same theme. നാം എല്ലാവരും പരിശുദ്ധാവിൻ അഭിഷേകത്തിനാൽ ദേവനുடைய രാജ്യമാകിയ സിയോൻ യെരുസലേമിൽ വന്ന് ചേർന്നു വിട്ടോ. നാം എല്ലാവരും പരിശുദ്ധാത്മാഭിഷേകത്തിൽ കൂടി ദൈവരാജ്യമായ സിയോനിലും യെരുസലേമിലും വന്നെത്തി കഴിഞ്ഞു. Through the anointing in the Holy Spirit of God, we all have stepped into the kingdom of God, which is Zion and Jerusalem. ഇതാണ് നമ്മുടെ ശ്ലാഘ്യം. ഇതെല്ലാം നമുക്ക് ലഭിച്ച സൗഭാഗ്യം. This is a raised privilege that we receive. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. പഴയ ഏർപ്പാട്ട് പരിശുദ്ധവാൻകൾക്ക് ഒവ്വൊരു മുഖം പോതും. ആകയാൽ പഴയ നിയമ ഭക്തന്മാർക്ക് ഓരോ മുഖം മതി. Therefore, the Old Testament saints require only one പുതിയ face. ഏർപ്പാട്ട് സഭയ്ക്ക് 4 മുഖങ്ങൾ. പക്ഷേ പുതിയ നിയമസഭയ്ക്കോ ഈ 4 മുഖങ്ങളും വേണം. However, the New Testament church must have these നമുക്ക് 4 ഏതോ faces. ഒരു പൂർണ്ണം പോതാ. ഏതെങ്കിലും ഒരു പൂർണ്ണത നമുക്ക് പോരാ. Simply one aspect of perfection is not കൊലോസിയർ sufficient. 2:9-10 വാസിക്കുമ്പോൾ കൊലോസ്യർ 2:9-10 വാക്യങ്ങൾ വായിച്ചാൽ As we turn to Colossians chapter 2, verses 9 and 10. அந்த പരിപൂർണം നാം അടൈந்து വിട്ടോം. ആ സർവസമ്പൂർണത നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞു. We obtained that perfection. നാം പൂർണ്ണമല്ല പെറ വേണ്ടിയത്, പരിപൂർണം. നമ്മൾ പ്രാപിക്കേണ്ടത് വെറും പൂർണ്ണതയില്ല, സർവസമ്പൂർണത. Not simply completion, but perfection we have to ഇതുതാൻ obtain. മത്തേയു 5:48 വാസിക്കുമ്പോൾ മത്തായി 5:48 വചനം വായിക്കുമ്പോഴും Matthew's Gospel chapter 5, verse 48. என் பிதா சல்குண பூர்ணனாய் இருக்கிறது போல நீங்களும் சல்குண பூர்ணராயிருங்கள். ആകയാൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. Therefore, ye must be perfect as the heavenly Father is perfect. அந்த மேன்மையான இடத்துக்கு தேவன் நம்மை அழைத்தபடியினால் கரங்களை உயர்த்தி ஒரு அல்லேலூயா சொல்லுங்கள். ഹല്ലേലൂയ. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to നമ്മുടെ God. ശ്ലാഘ്യത്തെ ഭാഗ്യത്തെ വിട്ടുവിടാതിരുക. നമ്മുടെ ഈ സൗഭാഗ്യം പരമഭാഗ്യം വിട്ടുകളയരുത്. Do not lose away our privilege, our നമ്മുടെ blessing. വിഷയத்துக்கு വരുவோம். നമ്മുടെ വിഷയത്തിലേക്ക് വരാം. Let us come back to our subject. അതിനകത്ത് പഴയ ഏർപ്പാട്ട് പരിശുദ്ധവാൻകളെ പാർക്കിലും പുതിയ ഏർപ്പാട്ട് പരിശുദ്ധവാൻകൾ, പുതിയ ഏർപ്പാട്ട് സഭ മേന്മയാനത് എന്ന് വേദം சொல்லுகிறது. ആകയാൽ പഴയ നിയമ ഭക്തന്മാരെക്കാളും പുതിയ നിയമസഭയും പുതിയ നിയമ വിശുദ്ധന്മാരും അവർ ശ്രേഷ്ഠരാണെന്ന് പറയുന്നത്. Wherefore, the Bible says the New Testament saints and the church are far excellent, more excellent than the Old Testament ones. இந்த பூர்ணத்தை நாம் பெற்றுக்கொள்ள வேண்டும். ആകയാൽ ഈ പരിപൂർണത നമ്മൾ പ്രാപിക്കണം. We have to put on the same perfection. அதற்காக வடதிசையில் இருந்து வருகிறதான புசல் காற்றை நாம் பெற்றுக்கொள்ள வேண்டும். വടക്കിൽ നിന്നുള്ള കൊടുങ്കാറ്റ് നമുക്കതിനാവശ്യം. Therefore, we have to receive the whirlwinds coming from the north. இந்த புசல் காற்று என்பது அப்போஸ்தல நடபடிகள் 2:1 வாசிக்கிறது போது பெந்தகோஸ் என்ற நாளில் அவர்கள் எல்லாரும் ஒருமனப்பட்டு ஒரிடத்தில் கூடி வந்தார்கள். அப்போது பெரிய முழக்கம் போல தேவனுடைய ஆவி வந்து இறங்கினது நாம் வாசிக்கிறோம். அந்த ஆவியினால் அவர்கள் யாவரும் 120 பேர்கள் பரிசுத்தாவின் அபிஷேகத்தை பெற்ற ஆவியானவர் தந்தருளின வரத்தின்படி அவர்கள் வெவ்வேறு பாஷைகளில் பேசினார்கள் என்று நாம் வாசிக்கிறோம். അവിടെ പറയുന്ന കൊടുങ്കാറ്റ് എന്നത് അപ്പോസ്തല പ്രവൃത്തി 2:1 പെന്തക്കോസ്ത് നാളിൽ അവരെല്ലാവരും ഒരുമിച്ച് ഒരിടത്ത് കൂടിയിരുന്നപ്പോൾ കൊടിയ കാറ്റടിക്കുന്നത് പോലെ മുഴക്കമുണ്ടായി. പരിശുദ്ധാത്മാവ് എല്ലാവരുടെ മേൽ വന്ന് നിറഞ്ഞു. അവരെല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ഓരോരുത്തൻ പരിശുദ്ധാത്മാവ് തനിക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. An illustration to this whirlwind is given in Acts the Apostles chapter 2, verse number 1. All the people gathered there on accord. The Holy Spirit came upon them like a mighty wind, and the fiery spirit came upon them. Each one started talking according to the tongue and the gift God is granted. இந்த அபிஷேகம் எனக்கும் உங்களுக்கும் தேவை. ഈ അഭിഷേകം എനിക്കും നിങ്ങൾക്കും ആവശ്യം. I and you must possess this anointing. அபிஷேகத்தினால் நாம் ஒரு சரீரமாக மாற்றப்படுகிறோம். അഭിഷേകത്താൽ നാം ഏക ശരീരമായി തീരുന്നു. By this anointing, we become the same body. முதலாம் கொரிந்தியர் 12:13 വാസിക്കുമ്പോൾ കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 12 വചനം വായിച്ചാൽ As we turn to 1 Corinthians chapter 12, verse number 13. ഒരേ ആവിയിനാൽ ഒരു ശരീരமாக നാം മാറ്റപ്പെട്ടോം. ഒരേ ആത്മാവിനാൽ ഒരേ ശരീരമായി മാറി. By one spirit, we have become the one body. அபிஷேகத்தை நீ பெறாவிட்டால் தேவனுடைய சபையாக
அவயவமாக അംഗமாக നീ മാറ മുടിയാതെ. നീ അഭിഷേകം പ്രാപിക്കുന്നില്ല എങ്കിൽ ദൈവത്തിന്റെ ശരീരമായോ ആ ശരീരത്തിലെ ഒരു അവയവമായോ ദൈവസഭയിലെ അംഗമായോ നിനക്ക് മാറുവാനാവില്ല. Unless you receive this anointing, you cannot become a member of the body of the Lord. You cannot become a member of the church of God. ஆனபடினால் பரிசுத்தாவின் அபிஷேகத்தை பெறாதவர்கள் சீக்கிரமாக காத்திருந்து பரிசுத்தாவின் அபிஷேகத்தை பெற்றுக்கொள்ளுங்கள். അതുകൊണ്ട് അഭിഷേകം പ്രാപിക്കാത്തവരെ നിങ്ങൾ കാത്തിരുന്ന് എത്രയും പെട്ടെന്ന് അഭിഷേകം പ്രാപിക്കുവിൻ. Therefore, those who haven't received this anointing yet, tarry, wherein I receive this. இயேசு கிறிஸ்து மரித்து அடக்கம் பண்ணப்பட்ட உயிர்த்தெழுந்த 40ஆம் നാളിൽ എടുത്തുകൊള്ളപ്പെട്ടാർ என்று നാം വേദത്തിൽ വാസിக்கிறோം. കർത്താവായ യേശുക്രിസ്തു മരിച്ച് അടക്കം ചെയ്യപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിട്ട് 40ആം നാളിൽ സ്വർഗാരോഹണം ചെയ്തു എന്ന് നമ്മൾ വായിക്കുന്നു. We read Jesus Christ died, was buried, he rose up, 40th day he ascended to heaven. அந்த எடுத்துக்கொள்ளப்பட்டபோது 4 காரியத்தை அவர் சொன்னார். ആ സ്വർഗാരോഹണ വേളയിൽ താൻ 4 കാര്യങ്ങൾ പറഞ്ഞു. When he was ascended, about which 4 things are mentioned. ലൂക്കാ 24-ാം അധികാരം 19-ാം വചനത്തിലിരുന്ന് നാം അത് വാസിக்கிறோം. ലൂക്കോസ് 24-ാം അധ്യായം 19-ാം വചനം മുതൽ നമുക്കത് കാണാം. From Luke's Gospel chapter 24 verse 19 speaks about it. நீங்கள் യെരുശലേമിൽ തങ്ങി കാത്തിരുന്ന് അഭിഷേകത്തെ പെറ്റുകൊള്ളുங்கள். നിങ്ങൾ യെരുശലേമിൽ പാർത്ത് കാത്തിരുന്ന് അഭിഷേകം പ്രാപിക്കുവിൻ. Abide in Jerusalem, wait and receive this anointing. ഉന്നതത്തിൻ ബലനെ പെറ്റുകൊള്ളുங்கள். ഉയരത്തിലെ ശക്തിയെ പ്രാപിക്കുവിൻ. Receive power from above. அதற்காக அவர்கள் ஒரிடத்தில் காத்திருந்தார்கள், தேவனை துதித்தார்கள், அபிஷேகத்தை பெற்றுக்கொண்டார்கள். അതിനായി അവർ ഒരിടത്ത് കാത്തിരുന്നു, ദൈവത്തെ സ്തുതിച്ചു, അഭിഷേകം പ്രാപിച്ചു. For the same purpose, they accorded in one place, praise to God, receive this anointing. അഭിഷേകം എനിക്കും ഉങ്ങൾക്കും മുഖ്യமான ഒരു പകുതി. അതുകൊണ്ട് തന്നെ അഭിഷേകം എന്നത് എനിക്കും നിങ്ങൾക്കും അത്യന്താപേക്ഷിതം. This anointing is quite quintessential to all of us. രണ്ടാമത് ഒരു അഗ്നിയെ നാം പാർക്കിன்றோം. രണ്ടാമത് നമുക്കൊരു പാളിക്കത്തുന്ന തീ കാണാം. Secondly, we read about an enfolding fire. അഗ്നി என்பது അഗ്നി അഭിഷേകത്തെ വെളിപ്പെടുത്തുന്നു. അവിടെ പറയുന്ന തീ എന്നത് അഗ്നി അഭിഷേകമാണ്. Fire speaks about fiery anointing. வேதத்தில் நாம் வாசிக்கிறோம், அக்கினியிடம் நான் பூமியில் வந்தேன், அது பற்றி எரிந்தால் மிகவும் நிலமாயிருக்கும். ബൈബിളിൽ യേശു പറഞ്ഞതായി നമ്മൾ വായിക്കുന്നുണ്ട്, ഭൂമിയിൽ തീയിടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. In the Bible we read, I have come here not to set the fire. If it burns now, it would have been good. ലൂക്കാ 12-ാം അധികാരം 48-ാം വചനം. ലൂക്കോസ് 12-48-ാം വചനം. Luke's Gospel chapter 12 verse 48. அந்த அக்கினி என்பது பரிசுத்தாவியின் அக்கினி அபிஷேகத்தை வெளிப்படுத்துகிறது. അവിടെ പറഞ്ഞിരിക്കുന്ന തീ പരിശുദ്ധാത്മാവിന്റെ അഗ്നി അഭിഷേകമാണ്. That fire speaks about the anointing of the Holy Ghost. நாம் முதலில் அபிஷேகத்தை பெற்றுக்கொண்ட சரீரமாக மாற்றப்படுகிறோம். നാം ആദ്യം അഭിഷേകം പ്രാപിച്ച് ഒരേ ശരീരമായി മാറുന്നു. First, we receive this anointing and become the same body. இரண்டாவது அக்கினியின் அபிஷேகத்தினால் നമ്മുടെ ദാഹങ്ങൾ തീർക്കപ്പെടുகிறோம். അടുത്തതായിട്ട് അഗ്നി അഭിഷേകത്താൽ നാം ദാഹം ശമിപ്പിക്കപ്പെടുന്നു. Secondly, by this part of anointing, our thirst is quenched. அதுதான் 1 கொரிந்தியர் 12-ாம் அதிகாரம் 13-ாம் வசனத்தின் கடைசி பகுதியில் அதே ஆவியினால் ദാഹം തീർക്കപ്പെട്ടോം എന്ന് നാം വായിക്കുന്നു. അതുകൊണ്ടാണ് 1 കൊരിന്ത്യർ 12-13 അവസാനം നമ്മൾ കാണുന്നത് ഏകാത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. That's why 1 Corinthians chapter 12 verse number 13, last we understand we are drunk the Spirit അഭിഷേകം of God. പറ്റാലും കൂടെ നമുക്ക് പല പല ദാഹങ്ങൾ ഉണ്ട്. അഭിഷേകം പ്രാപിച്ചാലും നമ്മുടെ ഉള്ളിൽ വിവിധ ദാഹങ്ങളുണ്ട്. Even after having received this anointing, there are different branches of thirstiness. ദാഹങ്ങൾ, ആത്മിക ദാഹങ്ങൾ, spiritual thirst. அதனால தான் தாகமாய் இருக்கிறவங்க வந்து பானம் பண்ண கடவர் என்று வேதத்தில் வாசிக்கிறோம். അതുകൊണ്ടാണ് യേശു വിളിക്കുന്നത്, ദാഹിക്കുന്നവരുമേ വന്ന് നിങ്ങൾ കുടിക്കുവിൻ. That's why Jesus beckons, "O ye thirsty, come unto me and drink freely." 21-ാം അധികാരം 6-ാം വചനത്തെ വാസിക്കുമ്പോൾ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 6-ാം വചനത്തിൽ, As we turn to Revelation chapter 20 verse 6, ജീവ തണ്ണീരെ കൊടുപ്പേൻ. ഞാൻ ദാഹിക്കുന്നവന് ജീവജലം നൽകും. for the thirsty I'll give water flowing அதுதான் freely. അഗ്നി അഭിഷേകം. അതാണ് ഈ അഗ്നി അഭിഷേകം. That's a fiery anointing. അപ്പോൾ നമ്മുടെ എന്തെന്ന ദാഹങ്ങൾ മാറ്റപ്പെടും. അപ്പോൾ എവിടെ നിന്നാണ് നമ്മുടെ ദാഹം മാറ്റപ്പെടുന്നത്? Therefore our thirst shall be changed. വിശ്വാസത്തിൽ ദാഹം മാറ്റപ്പെടും. ഒന്ന് വിശ്വാസത്തിലെ ദാഹം. Thirst for faith will be changed. പരിശുദ്ധത്തിൻ ദാഹം മാറ്റപ്പെടും. വിശുദ്ധിയുടെ ദാഹം മാറ്റപ്പെടും. Thirst for holiness അൻപിൽ will be വളര changed. വേണ്ടുമെന്ന ദാഹം മാറ്റപ്പെടും. സ്നേഹത്തിൽ വളരുവാനുള്ള ദാഹം ശമിപ്പിക്കപ്പെടും. Thirst to grow in love will ആവിക്കുரிய be changed. ജീവിതത്തിൽ വളര വേണ്ടുമെന്ന ദാഹം അത് മാറ്റപ്പെടും. ആത്മീക ജീവിതത്തിൽ വളരുവാനുള്ള ദാഹം ശമിപ്പിക്കപ്പെടും. Thirst to grow spiritually
spiritually, that thirst will be quenched. இவ்விதமாக 2 பேதுரு 3-ാം വാസിക്കുന്നത് പോലെ ഇങ്ങനെ 2 പത്രോസ് 3-ാം വായിക്കും പോലെ As we read in 2 Corinthians chapter 3 verse 18, കർത്തരാകിയ യേശുക്രിസ്തുവിൻ കൃപയിലും അവരെ അറിയുന്നതാന അറിവിലും വളരുങ്ങൾ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയിലും തന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ. grow in grace and in the knowledge of our Lord and Savior Jesus இப்படி Christ. தேவனுடைய ഉപദേശത്തിനാലും അഭിഷേകത്തിനാലും നമുക്കൊരു വളർച്ചയുണ്ട്. ഇങ്ങനെ ദൈവം തരുന്ന ഉപദേശത്താലും അഭിഷേകത്താലും നമുക്കൊരു വളർച്ചയുണ്ട്. Thus, by this anointing and by the doctrine of the Lord, there is a growth in us. അഭിഷേകം പെറ്റുകൊള്ളുന്നത് ഒരു സത്തം ഉണ്ടാകും. അത് സത്തത്തിനാല് ഇതൊരു പിശാചിന്റെ സത്തം എന്ന് சொல்லாதீர்கள். അഭിഷേകം പ്രാപിക്കുമ്പോൾ നമ്മൾ വലിയ ഒച്ചയിടുമെങ്കിലും അത് കേട്ടിട്ട് ഇത് പൈശാചികമെന്നൊന്നും പറഞ്ഞു കളയരുത്. While receiving anointing, there is a clamor. Don't call it devilish. നമ്മുടെ ഈ ദാഹങ്ങൾ മാറ്റപ്പെടുമ്പോൾ നമുക്കൊരു വലിയ സന്തോഷമുണ്ടാകും. നമ്മുടെ ദാഹം ശമിക്കുമ്പോൾ നമുക്ക് അത്യാനന്ദം ഉണ്ടാകുമല്ലോ. The more the thirst is quenched, the greater is our joy. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to God. അപ്പടി അഗ്നി അഭിഷേകത്തിനാൽ നമ്മുടെ ദാഹങ്ങൾ മാറ്റപ്പെട வேண்டும். ഇങ്ങനെ ഈ അഗ്നി അഭിഷേകത്തിൽ കൂടെ നമ്മുടെ ദാഹങ്ങളെല്ലാം തീരുന്നു. Whereby by this fire of anointing our thirst shall be extinguished. മേഘം എന്ന് വാസിக்கிறோം. അടുത്തതായി ഒരു മേഘമെന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. Thereafter we read about a cloud. മേഘം എന്നത് സാക്ഷിயின் ജീവിതത്തെ വെളിപ്പെടുത്തുന്നു. മേഘമെന്നത് സാക്ഷ്യ ജീവിതം. Cloud speaks about a life of testimony. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to God. ഊഴിയത്തിലും നാം സാക്ഷിയായി ഇരിക്ക வேண்டும். നാം ശുശ്രൂഷയിലും സാക്ഷികളാകണം. During the course of ministry, we must be testimony. ജീവിതത്തിലും സാക്ഷികളായി ഇരിക്ക வேண்டும். നമ്മുടെ ജീവിതത്തിൽ കൂടെയും നമ്മൾ സാക്ഷികളാകണം. In personal life too, we must be true witnesses. മത്തായി 5-ാം വാസിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 5-ാം Matthew's Gospel chapter 5 verse 16. நீங்கள் உலகத்துக்கு ஒளியாயிருக்கிறீர்கள். ഞങ്ങൾ ലോകത്തിന്റെ വെളിച്ചം. You are the light to the world. நானும் உலகத்துக்கு ஒளிதான். ഞാനും ലോകത്തിന്റെ വെളിച്ചം തന്നെയാണ്. I too, I am the light to the world. நீங்களும் உலகத்துக்கு ஒளியாயிருக்கிறீர்கள். അതോടൊപ്പം നിങ്ങളും ലോകത്തിന്റെ വെളിച്ചമായിരിക്കുന്നു. You too are the light to the world. ഇതാ നമ്മുടെ ജീവിയ സാക്ഷി. ഇതാണ് നമ്മുടെ ജീവിതത്തിന്റെ സാക്ഷ്യം. This is the testimony of our life. യെരുശലേമിലും യൂദയാവിലും സമരിയാവിലും ഭൂമിയിൽ എല്ലാ ഇടങ്ങളിലും നാം സാക്ഷിയായിരിക്കും. യെരുശലേമിലും യഹൂദിയിലും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം നമ്മൾ സാക്ഷികളാകണം. We must become testimonies in Jerusalem, Samaria, Judea, and the uttermost parts of the world. രണ്ടാമത് ഊഴിയത്തിലും സാക്ഷിയായിരിക്കണം. രണ്ടാമത് നമ്മുടെ ശുശ്രൂഷയിൽ കൂടെയും സാക്ഷികളാകണം. Secondly, on the face of the ministry, you must become testimony. ഫിലിപ്പിയർ 2-ാം-16 വരെ വാസിക്കുമ്പോൾ ഫിലിപ്പിയ ലേഖനം 2-ാം 14 മുതൽ 16 വരെയുള്ള വചനങ്ങളിൽ വായിക്കുമ്പോൾ Philippians chapter 2 verses 14 to 16. ഓടിനതും പ്രയാസപ്പെട്ടതും വീണാകാതെ പഠിക്ക്, ക്രിസ്തുവിൻ നാളിൽ പുകഴ്ചയുണ്ടാക, തിരുവസനത്തെ പിടിത്തുകൊണ്ട് ജ്യോതിഷികളെ പോലെ പ്രകാശിക്കുന്ന നിങ്ങൾ കോണലും മാറുപാടുமான സന്തതിயின் നടുവിലെ കുറ്റമറ്റവരും കണ്ടിക്കപ്പെടാത്തവர்களுം മാസറ്റ പിള്ളകളുമായി ഇരുപ്പതற்கு എല്ലാവറ്റേയും മുറുമുറുപ്പില്ലാമലും തർക്കിപ്പില്ലാമലും ചെയ്യുങ്ങൾ. ആകയാൽ ഓടിയതും അധ്വാനിച്ചതും വൃഥാവിലായി എന്ന് വരാതിരിപ്പാൻ നിങ്ങൾ ലോകത്തിൽ ജീവന്റെ വചനം പ്രമാണിച്ചുകൊണ്ട് ജ്യോതിഷകളായി പ്രകാശിപ്പീൻ. നിങ്ങൾ എല്ലാം തർക്കവും പിറുപിറുപ്പും കൂടാതെ ചെയ്യുന്നവരാകുവീൻ. We must hold about the word of life, that we may rejoice in the day of Christ, that what we run should not end in vain, neither labor in vain. We must hold fast the light. ജ്യോതിഷകളെ പോലെ പ്രകാശിക്ക வேண்டும். ജ്യോതിഷകളെ പോലെ പ്രകാശിക്കണം. Shine as lights in the world. തിരുവസനത്തെ പിടിത്തുകൊണ്ട് ഊഴിയത്തിൽ നാം പ്രകാശിക്ക வேண்டும். ആകയാൽ ഈ ജീവന്റെ വചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ശുശ്രൂഷയിൽ പ്രകാശിക്കണം. Hold fast the word of God and shine during the hours of ministry. ഊഴിയം ചെയ്യുമ്പോൾ പാപത്തിന്മേൽ ജയമുണ്ടാകും. ശുശ്രൂഷ ചെയ്യുമ്പോൾ പാപത്തിന്റെ മേൽ ജയം ലഭിക്കും. While doing the ministry, we must attain victory over sin. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to God. ഉപാഗമം 8-ാം 3-4 വചനങ്ങൾ വാസിക്കുമ്പോൾ ആവർത്തന പുസ്തകം 8-ാം 3-4 വചനങ്ങളിൽ Deuteronomy chapter 8 verses 3 and 4. ഇസ്രായേൽ മക്കൾ 40 வருடம் വനാന്തര വഴിയാക നടന്നു വந்தார்கள். ദൈവം ഇസ്രായേൽ മക്കളെ 40 സംവത്സരം മരുഭൂമിയിൽ കൂടെ നടത്തി. Israelites traveled through the wilderness of 40 long years. അവരുടെ കാല് വീങ്കവില്ല, അവരുടെ കാൽ നീരുവച്ച് വീങ്ങിയില്ല. Their feet did not swell. അവരുടെ
വസ്ത്രം പഴസാകവില്ല. അവരുടെ വസ്ത്രം ജീർണിച്ചില്ല. The garment did not wax. അവരുடைய செருப்பின் வார் அவிழ்ந்து போகவில்லை. അവരുടെ ചെരുപ്പിന്റെ വാറ് പൊട്ടിയതുമില്ല. The strap of the shoes did not unstrap. ஊழியத்தினால் உனக்கு பலவீனம் வராது. ശുശ്രൂഷയാൽ നിനക്കൊരിക്കലും ബലഹീനത വരില്ല. By this ministry, you will never be enfeebled. ஊழியத்தினால் வியாதிகளை ஜெயிக்கலாம், பாவத்தை ஜெயிக்கலாம், பலவீனத்தை ஜெயிக்கலாம். ശുശ്രൂഷയാൽ പാപത്തെ ജയിക്കാം, രോഗത്തെ ജയിക്കാം, ദൗർബല്യങ്ങളെ ജയിക്കാം. By ministry, you can overcome infirmities, weaknesses, and sin. 107 சங்கீதம் 35 வசனத்தை வாசிக்கும் போது 107 സങ്കീർത്തനം 35 വചനത്തിൽ Psalm 1:7, verse 35. அவரில் பலவீனன் ஒருவனும் இருக்கவில்லை. അവരിൽ ബലഹീനൻ ഒരുത്തനും ഉണ്ടായിരുന്നില്ല. There was no weak among them. ஆனபடினால் தேவ ஜனமே கர்த்தருடைய ஊழியம் செய்யுங்கள். അതുകൊണ്ട് ദൈവജനമേ, നിങ്ങൾ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുവിൻ. Therefore, beloved people of God, do ministry unto God. ட்ராக்ட் ஊழியம் செய்யுங்கள். നിങ്ങൾ ലഘുലേഖകൾ നൽകി ശുശ്രൂഷ ചെയ്യുവിൻ. Give ministry of a tract. ஆஸ்பத்திரி ஊழியம் செய்யுங்கள். ആശുപത്രികൾ സന്ദർശിച്ച് ശുശ്രൂഷ ചെയ്യുവിൻ. Visit hospitals, do ministry. ஆத்மாக்களை சந்தித்து சுவிசேஷத்தை சொல்லுங்கள். പുതിയ ആത്മാക്കളെ സന്ദർശിച്ച് അവരോട് സുവിശേഷം പറയുവിൻ. Visit new souls and campaign about this சபையில் gospel. சண்டே ஸ்கூல் ஊழியம் செய்யுங்கள். സഭയിലെ സൺഡേ സ്കൂൾ ശുശ്രൂഷയും ഏറ്റെടുത്ത് ചെയ്യുവിൻ. Do Sunday school ministry in the church. இப்படி பலவிதமான ஊழியங்கள் நமது சபையில் உண்டு. ഇങ്ങനെ നമ്മുടെ സഭയിൽ വിവിധ നിലകളിലുള്ള ശുശ്രൂഷകളൊക്കെ ഉണ്ടല്ലോ. There are diverse ministries in our church too. இது பேருக்கும் பெருமைக்குமல்ல. ഇത് പേരിനോ പുകഴ്ചയ്ക്കോ അല്ല. Not for name and reputation. சிலர்கள் ஊழியம் செய்யும் போது அது ஒரு பெருமையாக அவர்கள் எடுத்துக் கொள்ளுகிறார். ചിലർ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതൊരു പൊങ്ങച്ച വിഷയമായിട്ട് എടുക്കാറുണ്ട്. Some people feel proud of doing this நீ ministry. மிகவும் மனத்தாழ்மையில் கர்த்தருடைய ஊழியம் செய்யும் போது എന്നാൽ മനത്താഴ്മയോടുകൂടി നീ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യുമ്പോൾ With all humility, once you do the ministry of அந்த God, ஊழியத்தினால் உனக்கு பலவீனங்கள் வராமல், பாவம் மேற்கொள்ளாமல், பிசாசானவன் உன்னை தாக்காமல், தேவாதி தேவன் உன்னை பாதுகாப்பார். ആ ശുശ്രൂഷയാൽ പിശാച് നിന്നെ ആക്രമിക്കാതെ, പാപം നിന്റെ ജീവിതത്തിൽ വരാതെ, ദൗർബല്യങ്ങൾ നിന്നെ കീഴ്പ്പെടുത്താതെ ദൈവാദി ദൈവം നിന്നെ സംരക്ഷിക്കും. without being afflicted by sicknesses, powers of the devil, and weaknesses, the Lord is able to protect you by His power. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. ஆகையால் ஊழியம் செய்து சாட்சிகளாக ஜீவிப்போம். ആകയാൽ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നമുക്ക് സാക്ഷികളായി ജീവിക്കാം. Therefore, let us do ministry and இனி bear வந்த witnesses பகுதியில் unto God. அநேக விஷயங்கள் பேசுறது கொண்டு நேரம் இல்லை. ഇനി അതിക്രമത്തിൽ എത്രയോ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ സമയം അനുവദിക്കുന്നില്ല. Plenty to be elaborated. Time does not அடுத்த permit. வெளிச்சம். അടുത്തതായിട്ടൊരു പ്രകാശം. The light. முதலாவது வடதிசையிலே புசல் காற்று. ഒന്നാമത് വടക്ക് നിന്നൊരു കൊടുങ്കാറ്റ്. First one, whirlwind from the அது north. அபிஷேகத்தினால் ஒரு சரீரமாக மாற்றப்படுவதை வெளிப்படுத்துகிறது. അഭിഷേകത്താൽ ഏക ശരീരമാകുന്നതിനെയാണ് അത് കാണിക്കുന്നത്. That is speaks about the experience of becoming one body by His அடுத்தது anointing. அக்னியினால் நம்முடைய ஆவிக்குரிய தாகங்கள் மாற்றப்படுகிறது. അടുത്തതായി പാളിക്കത്തുന്ന തീ നമ്മുടെ ദാഹത്തെ ശമിപ്പിക്കുന്നതാണത്. Then fire that quenches our thirst. மூன்றாவது சாட்சி பாபத்தை மேற்கொள்ள தேவன் உதவி செய்கிறார். മൂന്നാമതായി സാക്ഷി പാപത്തെ കീഴ്പ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിക്കുന്നു. Third testimony, the Lord enables us in order to vanquish sin. அதுதான் அவருடைய கால் வீங்கவில்லை, வஸ்திரம் பழசாகவில்லை, செருப்பின் வார் அவிழ்ந்து போகவில்லை, பலவீனன் ஒருவனும் இருக்கவில்லை. അതുകൊണ്ടാണ് അവരുടെ കാൽ വീങ്ങിയില്ല, വസ്ത്രം പഴകിയില്ല, ചെരുപ്പ് ജീർണിച്ചില്ല, അവരിൽ ആരും ബലഹീനനും ഉണ്ടായിരുന്നതുമില്ല. Therefore, no swelling of the feet, garment did not wax, there was no infirm, weak among them. தேவனுக்கு மகிமை. ദൈവത്തിന് Glory be to God. வெளிச்சம். നാലാമതൊരു പ്രകാശം. Fourthly, a light. வெளிச்சம் எதை வெளிப்படுத்துகிறது? പ്രകാശം എന്തിന്റെ പ്രതീകം? What does the light typify? வெளிச்சம் வசனத்தினால் உண்டாகும் வெளிப்படுத்தலை வெளிப்படுத்துகிறது. ഈ പ്രകാശം എന്നത് വചനത്തിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന വെളിപ്പാടിന്റെ വെളിച്ചമാണ്. It discloses the revelation that we receive through the word. 119 சங்கீதம் 105 வசனத்தை வாசிக்கும்போது 119 സങ്കീർത്തനം 105 വചനത്തിൽ Psalm 119 verse 105. உன்னுடைய வசனமே என் பாதைக்கு வெளிச்சமாக காணப்படுகிறது. എന്റെ വചനം എന്റെ കാലിന് വെളിച്ചം. Thy word is a light unto my foot. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to அந்த God. வெளிப்படுத்தலை நாம் பெற்றுக்கொள்ள வேண்டும். ആ വെളിപ്പാട് നമ്മൾ പ്രാപിക്കണം. We must receive that revelation. எதுக்காக நமக்கு வெளிப்படுத்தல்? എന്തിനാണ് ഈ വെളിപ്പാട് നമുക്ക് വേണ്ടത്? What for நீ this வேதத்தை revelation? வாசிக்கும் போது உனக்கு ஒரு வெளிப்படுத்தல் ഈ உண்டாகும். ബൈബിൾ വായിക്കുമ്പോൾ നിനക്ക് വെളിപ്പാട് ലഭിക്കുന്നു. When you read the word of God,
you will have a അത് നീ ഒരു revelation. ഡയറിയിൽ എഴുത വേണ്ടും. അത് നീ ഒരു നോട്ട് ബുക്കിൽ കുറിച്ചു വയ്ക്കണം. Note it down in a diary. നീ ഒരു വാച്ചെ പാർക്കുമ്പോൾ ഉനക്ക് ഒരു വെളിപ്പെടുത്തൽ ഉണ്ടാകും. ഒരു വാച്ച് കണ്ടാൽ നിനക്ക് അതിലൂടെ ഒരു വെളിപ്പാട്. When you see a watch from which you will get a revelation. വെളിപ്പെടുത്തൽ என்பது தேவனுடைய வரம். വെളിപ്പാടുന്നത് ദൈവം നൽകുന്ന ഒരു വരം. Revelation is a gift of അത് നീ God. നഷ്ടപ്പെടുത്താതെ ഇഴന്നു പോകാതെ അതിനെ ഒരിക്കലും കളയരുത്, നഷ്ടമാക്കരുത്. Don't lose it and squander it. இந்த வெளிப்படுத்தல் மூலமாக உன் ஹிருதயம் கடினப்படாமல் ஹிருதயத்தை தண்ணீரை போல மாற்றி மெழுகுவத்தியை போல நீ உருகி கர்த்தருக்காக பரிசுத்த ஜீவியம் செய்ய முடியும். നിന്റെ ഹൃദയം കഠിനപ്പെട്ടു പോകാതെ ഈ വെളിപ്പാട് സൂക്ഷിക്കും. അത് നിന്റെ ഹൃദയത്തെ ഒരു മെഴുകു പോലെയാക്കും. നീ ഹൃദയം കർത്തൃസനിൽ വെള്ളം പോലെ പകരും. നീ കർത്താവിന്റെ ശുശ്രൂഷ ചെയ്യും. Do not get your heart hard-hearted. Rather, by this revelation, just make your heart like it hears. Make it like a candle that is melting. அதனால தான் முதலாம் சங்கீதம் 2-3 வசனங்களை வாசிக்கும் போது അതുകൊണ്ടാണ് ഒന്നാം സങ്കീർത്തനത്തിലെ 2-3 വചനങ്ങൾ വായിച്ചാൽ Wherefore, when we come across first Psalm, the first இரவும் பகலும் verses, நியாயப்பிரமாணத்தை தியானிக்கிற மனுஷன் பாக்கியவான். அவன் நீர்க்கால்களின் ஓரமாக நடப்பட்டு தன் காலத்தில் கனியை கொடுத்த இலை உதராமல் விருட்சத்தை போல் இருப்பான். அவன் செய்வதெல்லாம் വായിക്കും. യഹോവയുടെ ന്യായപ്രമാണം രാപ്പകൽ ധ്യാനിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. blessed is the man who meditates on the word of God both day and night. He shall be like a tree planted by the rivers of water. അതുകൊണ്ടാണ് വസനങ്ങളെ നാം ധ്യാനിക്ക വേണ്ടത്. ഇതിനായിട്ടാണ് നാം തിരുവചനങ്ങളെ ധ്യാനിക്കേണ്ടത്. For the same purpose, we must meditate on the word of God. മുൻകാലങ്ങളിൽ നമുക്കൊരു ധ്യാന കൂട്ടം ഇരുന്നത്. മുൻകാലങ്ങളിൽ നമുക്കൊരു ധ്യാനയോഗം ഉണ്ടായിരുന്നു. During the former days, we had the season of meditation. കാത്തിരിപ്പ് കൂട്ടം നടത്തി கொஞ்ச നേരം പാസ്റ്റർ சொல்லுவார், കരങ്ങളെ തട്ടി சொல்லுவார், ഇനി ധ്യാനിப்போம். കാത്തിരിപ്പ് യോഗത്തിന്റെ ഇടയിൽ പാസ്റ്റർ കരമടിച്ച് നിർത്തിയിട്ട് പറയും, ഇനി അല്പസമയം നമ്മൾ ധ്യാനിക്കണം. During the time meeting, pastor would say, after getting full of the spirit of God, hereafter let us கொஞ்ச meditate. നേരം ധ്യാനിക്കും போது 2-3 പേർ അങ്ങും ഇങ്ങും ഇരുന്ന് അന്യ ഭാഷയിൽ പാടുവാர்கள். അവർ ഇങ്ങനെ ധ്യാനനിരതരായിരിക്കുമ്പോൾ അവിടെ ഇവിടെ നിന്നായി ചിലർ അന്യഭാഷകളിൽ പാടും. While this meditation was underway, from here and then, people used to talk and sing in tongues. ഉടനെ ഒരു വല്ലമീൻ അഭിഷേകം എന്ന സഭയിൽ ഉണ്ടാകും. പെട്ടെന്ന് ഒരു ശക്തിയായ അഭിഷേകം ആ സഭയിൽ വ്യാപരിക്കും. The result is the operation of the mighty Holy Spirit. ധ്യാനിക്കും போது ഉനക്ക് 4 അനുഭവങ്ങൾ നീ ഉണ്ടാകും. ധ്യാനിക്കുമ്പോൾ 4 അനുഭവങ്ങളാണ് നിനക്ക് വരിക. While you meditate, you come across these 4 branches of ധ്യാനിക്കും போது experiences. വെളിപ്പെടുത്തൽ ഉണ്ടാകും. ധ്യാനിക്കുമ്പോൾ വെളിപ്പാടുണ്ടാകും. After meditation, there is a revelation. രണ്ടാമത് ഉനക്കൊരു ജീവിയം ഉണ്ടാകും. രണ്ടാമതായി നിനക്കൊരു അഭിഷേകം ഉണ്ടാകും. ഒരു അഭിഷേകമുണ്ടാകും. Secondly, there is an anointing. മൂന്നാമത് ജീവിയം ഉണ്ടാകും. മൂന്നാമതായി അതിനാലുള്ള ഒരു ജീവിതം നിനക്ക് ലഭിക്കും. Thirdly, there is a new life. നാലാമത് അതിൻപടിയേ നീ ചെയ്യലാം. അത് നാലാമതായി നീ അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കും. Fourthly, you can exercise it. ധ്യാനിപ്പത് എവ്വളവ് മേന്മயான കാര്യം. ധ്യാനം എത്ര ശ്രേഷ്ഠമായത്. Meditation is so wonderful. ഇസഹാക്ക് സായങ്കാല വേളയിൽ ധ്യാനിக்கிறதுக்காக വയലിൽ പോനാൻ. ഇസാക്ക് സായാഹ്നവേളയിൽ ധ്യാനിക്കുവാനായി വെളിമ്പ്രദേശത്തേക്ക് പോയി. At the eventide, Isaac went out on the plain land to അവൻ meditate. ധ്യാനിച്ച പിറகு വിതയെ വിതയ്ത്താൻ. അവൻ ധ്യാനിച്ചതിന് ശേഷം വിത്ത് വിതച്ചു. He sowed the seed after അത് meditation. 100 അളവ് ഫലം കൊടുത്തത്. അവന് 100 മേനിയാണ് വിളവ് കിട്ടിയത്. That brought forth ധ്യാനിക്കുമ്പോൾ hundredfold. നീ ആശീർവദിക്കപ്പെടുവാய். ധ്യാനിക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുന്നു. Once you meditate, you shall become blessed. മുതലാമത് നിനക്കൊരു വെളിപ്പെടുത്തൽ ഉണ്ടാകും. ആദ്യം നിനക്ക് വെളിപ്പാട് ലഭിക്കുന്നു. Foremost, you must have a ഞാൻ revelation. മുന്നമേ சொன்ன വെളിപ്പെടുത്തൽ என்பது ഒരു വരം என்று. ഞാൻ മുൻപേ പറഞ്ഞുവല്ലോ, വെളിപ്പാടുന്നത് ഒരു വരമാണ്. This revelation is a gift. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. நீ தகாத இடத்தில் இருக்கும்போது, தகாத இடத்தில் போகும்போது, தகாத காரியத்தை பேசும்போது, வெளிப்படுத்தல் உள்ளவங்களுக்கு உள்ளான மனுஷன் മനസ്സാക്ഷി അവനോട് പേസും. അയോഗ്യമായ ഇടത്തിൽ പോകുമ്പോൾ, അവിടെ ഇരിക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ വെളിപ്പാടുള്ള മനുഷ്യർക്ക് അവരുടെ മനസ്സാക്ഷി കുത്തി അവരുടെ ഉള്ളം അവരോട് അത് പറഞ്ഞു കൊടുക്കും. Once you go to untoward places, engage in untoward, unhealthy practices, this conscience will be pricked because of this one. വെളിപ്പെടുത്തൽ ഉണ്ടാകുമ്പോൾ ഒരു അഭിഷേകം ഉണ്ടാകും. അതാണ് വെളിപ്പാട് ലഭിക്കുമ്പോൾ ഒരു അഭിഷേകം ഉണ്ടാകുന്നു. When there is a revelation, there is a anointing. അഭിഷേകത്തിനാൽ ഒരു ജീവിയം ഉണ്ടാകും. അഭിഷേക
അഭിഷേകത്താൽ നിനക്ക് അതിന് തക്ക ജീവിതം ലഭിക്കുന്നു. By this anointing, you get a special life. அந்த ஜீவியத்தினால் நீ நினைத்த காரியங்களை தேவசித்தத்தின்படி செய்ய முடியும். ആ ജീവിതത്തിൽ കൂടെ നീ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ദൈവഹിത പ്രകാരം നിനക്ക് നിവർത്തിക്കാം. By this anointing, according to the will of God, all your needs will be realized. இதெல்லாம் நான் எந்த அனுபவத்தோடு சேர்ந்து சொல்லுகிறேன். ഞാൻ ഇതെല്ലാം സ്വാനുഭവത്തിൽ നിന്നാണ് നിങ്ങളോട് പറയുന്നത്. This is my practical, pragmatic நான் experience. பேசுவதெல்லாம் என்னுடைய அனுபவம். ഞാൻ പറയുന്നതെല്ലാം എന്റെ അനുഭവം തന്നെയാണ്. My message is my first-hand experience. ஏதோ புஸ்தகத்திலே பார்த்து படித்து சொல்லுவதல்ல. ഏതെങ്കിലും പുസ്തകത്തിൽ നിന്ന് വായിച്ചു പഠിച്ച് മനഃപ്പാഠം പറയുന്നതല്ല. I haven't mugged up from some book. என் ஜீவியத்தில் இருந்து நான் பேசுகிறேன். എന്റെ ജീവിതത്തിന്റെ ഏടുകളിൽ നിന്നാണത് ഞാൻ പറയുന്നത്. This is the real experience of my இதே life. இடத்தில் நானும் 2 வருஷம் ஊழியம் ഈ செய்தேன். സ്ഥലത്ത് ഞാൻ 2 വർഷം ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. Here, I did ministry for 2 என்னுடைய years. ஜீவியம் இங்கேயுள்ள பல விசுவாசிகளுக்கு தெரியும். എന്റെ ജീവിതം ഇവിടെയുള്ള അനേക വിശ്വാസികൾക്കും അറിയാവുന്നതാണ്. Almost all the believers here know well about my faith. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. ஆனபடினால் வெளிப்படுத்தலை பெற்றுக்கொண்டு ஜீவிப்போமா. ആകയാൽ നമുക്ക് വെളിപ്പാട് പ്രാപിച്ച് ജീവിക്കാം. Therefore, let us receive this revelation and pull அதுதான் through. அந்த வெளிச்சம். അതാണ് ആ പ്രകാശം. That's the real light. 5ാമത് சொகுசாவின் நிறம். അടുത്തതായിട്ട് ശുക്ല സ്വർണം പോലെ ഒരു കാഴ്ച. Fifthly, color of amber. சொகுசாவின் நிறம் கர்த்தருடைய வருகைக்கென்று ஆயத்தப்படுத்துகிற பகுதி. ഈ ശുക്ല സ്വർണത്തിന്റെ കാഴ്ച എന്നത് കർത്താവിന്റെ വരവിനായി ഒരുക്കുന്നതായ ഭാഗമാണ്. Color of amber is something that prepares us for the coming of the Lord. சொகுசாவின் நிறம் என்பது டிராபிக் லைட்டில் காணப்படுகிறத மஞ்சள் கலர் லைட்டே போல் ഈ இருக்கும். ശുക്ല സ്വർണം എന്നത് നിങ്ങൾ ട്രാഫിക് സിഗ്നലിൽ യെല്ലോ കാണുന്നുണ്ടല്ലോ, അതുപോലെ ഇരിക്കും. This amber is likened to the yellow light during signal points. ரெட் லைட் வந்த பிறகு எல்லோ வரும், எல்லோ வந்த பிறகு கிரீன் வரும், கிரீன் வருறதுக்கு வந்து எல்லோ, எல்லோ வரும்போது எல்லாரும் ஆயத்தப்படுவாங்க. ചുവന്ന ஸ்டார்ட் பண்ணி குதிக்க. ചുവന്ന വിളക്ക് കെട്ടിട്ട് പച്ച വിളക്ക് തെളിയുന്നതിനിടയ്ക്ക് ഒരു മഞ്ഞ വെളിച്ചം വരുമ്പോൾ അത് നമ്മെ ഊർജ്ജസ്വലരാക്കും. മുന്നോട്ട് കുതിക്കുവാൻ നമ്മൾ ഒരുങ്ങും. Red is followed by yellow light, which indicates green is ahead. அதுதான் சொகுசாவின் நிறம் கர்த்தருடைய வருகைக்கு ஆயத்தப்படுகிற பகுதி. അതാണ് ഈ ശുക്ല സ്വർണം കർത്താവിന്റെ വരവിനായി ഒരുക്കുന്ന ഘട്ടം. Amber is something that is equipping us for the coming of the Lord. இப்படிப்பட்ட 5 അനുഭവങ്ങൾ ദേവസഭയിൽ കാണപ്പെட வேண்டும். ഇങ്ങനെയുള്ള 5 അനുഭവങ്ങൾ ദൈവസഭയിൽ ദൃശ്യമാകണം. These 5 experiences should be latent in the church of இந்த God. അനുഭവത്തിൽ ജീവിത്ത് മഹിമയെ പെற்றுകൊള്ളുவோம். ഈ അനുഭവത്തിൽ ജീവിച്ച് നമുക്ക് ആ മഹത്വം പ്രാപിക്കാം. Let us practice it, attain the same glory. അടുത്ത മഹിമയ്ക്ക് വരുவோமாக. ഇനി നമുക്ക് ആ മഹത്വത്തിലേക്ക് വരാം. Now let us come back to glory. മഹിമ ഏതെ വെളിപ്പെടുത്തുക. മഹിമയിൽ അനേക വിഷയങ്ങളുണ്ട്. ഈ മഹത്വത്തിൽ പറയുവാൻ അനവധി വിഷയങ്ങളാണുള്ളത്. Plenty of things are latent in this glory. മഹിമയിൻ മേന്മ என்ன? ഒന്ന്, മഹത്വത്തിന്റെ വൈശിഷ്ട്യമെന്ത്? First, the excellence of the glory. രണ്ടാമത് മഹിമ ഇഴന്നു പോകുന്നത് എപ്പടി? എങ്ങനെയാണ് ഈ മഹത്വം നഷ്ടമാകുന്നത് എന്നതാണ് രണ്ടാമത്. Secondly, how does a person lose this glory? മറുപടിയും മഹിമയെ പെற்றுകൊള്ളുவது എപ്പടി? വീണ്ടും എങ്ങനെ മഹത്വം നമുക്ക് തിരിച്ചു പ്രാപിക്കാം? How can we recuperate it? മഹിമയിൻ മേന്മയെ കുറിച്ച് മുതലിൽ ചിന്തിപ്പോം. മഹത്വത്തിന്റെ ശ്രേഷ്ഠത നമുക്ക് ആദ്യം ഒന്ന് ചിന്തിക്കാം. First, let us think about the excellence of the glory. BC 970 ആണ്ടിൽ BC 970 In BC 970, സാലമോൻ ദേവനുക്കൊണ്ടൊരു ഒരു ആലയത്തെ കെട്ടിനാർ. ശലോമോൻ ദൈവത്തിനായിട്ട് ഒരു ആലയം നിർമ്മിച്ചു. Solomon built a temple unto God. அந்த ஆலயத்தை அவன் பிரதிஷ்டை செய்து ആ ആലയം അവൻ പ്രതിഷ്ഠിച്ചിട്ട് He consecrated the same unto God. தேவனோட மகிமை ஷெக்கையின வந்து இறங்கினதாக வேதத்தில் வாசிக்கிறோம். 1 രാജാക്കൾ 8-ാം അധികാരം 10-ാം വചനം. 1 രാജാക്കന്മാർ 8:10 വായിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വം അഥവാ ഷെക്കൈന അവിടെ വന്ന് ആവസിച്ചതായി കാണാം. First Kings chapter 8 verse number 10 speaks about glory. He came there and abode. அந்த மகிமையினால் ஆசாரியர்களுக்கு உள் பிரவேசித்து ஊழியம் செய்ய முடியாமல் போய்விட்டது என்று நாம் ആ வாசிக்கிறோம். തേജസ് അവിടെ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് പോലും അകത്ത് കടന്ന് ശുശ്രൂഷിക്കുവാൻ കഴിയാത്ത അവസ്ഥയുണ്ടായി. As the glory filled the entire room, even the priests were not able to find access wherein. அதுக்கு முந்தி மோசே ஒரு கூடாரத்தை ஸ்தாபித்தார். അതിനു മുൻകാലങ്ങളിൽ മോശെ ഒരു സമാഗമന കൂടാരം സ്ഥാപിച്ചിരുന്നു. In the previous context, Moses set a tabernacle. அது
പ്രതിഷ്ഠ ചെയ്തും പോത് അതും പ്രതിഷ്ഠിച്ചപ്പോൾ at the time of the dedication, യാത്രാഗമം 40-ാം അധികാരം 34-ാം വസനത്തിൽ ഇരുന്ന് വാസിക്കും പോത് പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-ാം വചനം മുതൽ വായിച്ചാൽ Exodus chapter 40 verse 34 onwards, മേഘം വന്നത്, അപ്പോൾ ഒരു മേഘം പ്രത്യക്ഷമായി, cloud overshadowed. മേഘത്തിലിരുന്ന് മഹിമയാനത് കൂടാരത്തുക്കുൾ നിറപ്പിച്ചു. ആ മേഘത്തിൽ നിന്ന് തേജസ് ഈ കൂടാരത്തെ നിറച്ചു. From the cloud, glory filled the tabernacle. അതോടെ அந்த കൂടാരം ദേവനുடைய കൂടാരமாக മാറ്റപ്പെട്ടത്. അതോടുകൂടി ആ കൂടാരം ദൈവത്തിന്റെ കൂടാരമായി മാറി. Whereupon it became the tabernacle of God. മുന്നമേ ഞാൻ சொன்னேன், അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്, That's why I already mentioned. മഹിമയിനാൽ മോശയുടെ കൂടാരം ദേവകൂടാരமாக മാറ്റപ്പെട്ടത് പോലവും ആ മഹിമയിനാൽ സാലോമോനിൻ ദേവാലയം ദേവാലയமாக മാറ്റപ്പെട്ടത് പോലവും മഹിമയെ പെற்றுകൊള്ളും പോത്, അഭിഷേകത്തിനാൽ മഹിമയെ പെற்றுകൊള്ളും പോത് നാമും ദേവനുടെ സഭയാക മാറ്റപ്പെടുகிறோம். ആ മോശ നിർമ്മിച്ചതായ കൂടാരം അവിടെ തേജസ് ആവശ്യിച്ചപ്പോൾ അത് ദൈവത്തിന്റെ കൂടാരമായതുപോലെയും, ശലോമോൻ നിർമ്മിച്ചാലയം ഈ തേജസ് വന്ന് നിറഞ്ഞപ്പോൾ ദൈവത്തിന്റെ ആലയമായി മാറിയതുപോലെയും ഈ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ നാം ദൈവത്തിന്റെ ആലയം അഥവാ ദൈവസഭയായി നമ്മൾ മാറുന്നു. Why glory as the tabernacle of Moses became God's one, by glory as the temple of Solomon became God's one, by the glory when the power of anointing comes to us, we become the habitation of God. കിട്ട 380 வருடம் அந்த ദേവാലയത്തിൽ മഹിമ കാണപ്പെട്ടത്. ഏകദേശം 380 ആണ്ടുകളോളം ദൈവാലയത്തിൽ ഈ തേജസ് ആവസിച്ചിരുന്നു. Nearly 380 years this glory abode there. 970-ാം ആണ്ടിൽ BC 970 മഹിമ ദേവാലയത്തിൽ വന്നത്. ആ തേജസ് യഹോവയുടെ ആലയത്തിൽ വന്നു. In BC 970 that glory came to the temple of God. BC 586-ാം ആണ്ടിൽ നെബൂഖദ്നേസർ രാജാവിനുടെ യുദ്ധത്തിനാൽ മഹിമയാനത് അങ്ങേ ഇരുന്ന് പുറപ്പെട്ട് കിഴക്ക് മലയിൽ പോയി നിന്നത്. എന്നാൽ BC 586-ൽ നെബൂഖദ്നേസർ യെരൂശലേമിനെ ആക്രമിക്കുന്ന ആ കാലയളവിൽ മഹത്വം അവിടെ നിന്ന് ഉയർന്ന് കിഴക്ക് ഒരു മലയിൽ പോയി നിന്നു. However, in BC 586, because of the battle waged by Nebuchadnezzar, they departed therefrom and moved into the north. മലയിൽ പോയി നിന്നത് എങ്ക വാസിக்கிறோம்? എസക്കിയേൽ 11-ാം അധികാരം 23-ാം വചനത്തെ വാസിയുക. എസ്കേൽ 11-ാം അധ്യായം 23-ാം വാക്യം വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ഈ മഹത്വം ആ മലയിൽ പോയി നിന്നു. Ezekiel chapter 11 verse 21 speaks about this glory which came and set on the mountain. ഏറെക്കുറെ 380 வருடம் മഹിമ ദേവാലയത്തുക്കുൾ കാണപ്പെട്ടത്. ഏറെക്കുറെ 380 ആണ്ടുകളോളം മഹത്വം ദൈവാലയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. Nearly 380 years this glory abode in the temple. മഹിമയിൻ മേന്മയെ കുറിച്ച് പേസുகிறேன். ഈ മഹത്വത്തിന്റെ ശ്രേഷ്ഠതയെ കുറിച്ചാണല്ലോ ഞാനിപ്പോൾ പറയുന്നത്. I speak about the greatness of this glory. அந்த நாட்களில் BC 606-ாம் ஆண்டில் இருந்து நெபுகாத்நேச்சர் யூதா தேசத்துக்கு விரோதமாக 7 முறை അവൻ മുറ്റികൈ പോട്ടதாக വേദത്തിൽ വാസിக்கிறோം. BC 606 മുതൽ നെബൂഖദ്നേസർ 7 പ്രാവശ്യം ഈ യെരൂശലേം നഗരത്തെ ഉപരോധിച്ചു നിരോധിച്ചു എന്ന് നമ്മൾ ബൈബിളിൽ കാണുന്നു. From BC 606, 7 times King Nebuchadnezzar besieged the city of Jerusalem. യൂദ രാജ്യത്തിൽ 20 രാജാക്കൾ എഴുമ്പിനാர்கள். ഈ യഹൂദ രാജ്യത്തിൽ 20 രാജാക്കന്മാർ തുടർന്ന് ഭരണം നടത്തിയിരുന്നു. In the kingdom of Judah, 20 kings reigned. സാലോമോനുക്ക് പിറകു ഇസ്രായേൽ രാജ്യം രണ്ടാക പിരിക്കപ്പെട്ടു. ശലോമോന് ശേഷമായിട്ട് ഇസ്രായേൽ രാജ്യം അത് രണ്ടായി വിഭജിക്കപ്പെട്ടു. After Solomon, the kingdom was divided into 2. 10 ഗോത്രങ്ങൾ ചേർന്ന ഒരു രാജ്യം, അത് ഇസ്രായേൽ രാജ്യം. അതൊക്കെ തലനഗരം സമാരിയ. 10 ഗോത്രങ്ങൾ ഉൾപ്പെട്ട രാജ്യം ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. അതിന്റെ തലസ്ഥാനമായി സമരിയ കാണപ്പെടുന്നു. 10 tribes together, that is Israel, the capital is Samaria. அந்த രാജ്യത്തിൽ 19 രാജാക്കൾ എഴുമ്പിനാர்கள். ആ രാജ്യത്തിൽ 19 രാജാക്കന്മാർ തുടർച്ചയായി ആവിർഭവിച്ചു. 19 kings rose up from there. ഇസ്രായേൽ രാജ്യത്തിലെ മുതലാം രാജ യെരോബെയാം. ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ് യെരോബെയാം. Jeroboam was the first king over അവൻ Israel. സാലോമോനുക്ക് വേശ്യയിൽ പിറന്ന ഒരു വേശ്യ കുമാരൻ. അവൻ ഒരു വേശ്യാപുത്രനായിരുന്നു. He was a bastard born in a harlot unto Solomon. അവൻ താൻ ഇസ്രായേലിലെ മുതലാം രാജ. അവനാണ് ഇസ്രായേലിലെ ഒന്നാമത്തെ രാജാവ്. He was the first king അവൻ among Israel. ദുർമാർഗൻ. അവൻ ഒരു ദുർനടപ്പുകാരൻ. He was wicked. കടേസി വന്ന രാജ താൻ
BC 721 ആണ്ടിൽ അസീറിയ രാജാക്കൾ വന്ന് ഹോശയാവെ പിടിച്ചു കൊണ്ടുപോനാർ. BC 721 ഒടുവിലത്തെ രാജാവായ ഹോശയ അശൂർ രാജാക്കന്മാർ വന്ന് അത് ആക്രമിച്ച് ഇവനെ പിടിച്ചു കൊണ്ടുപോയി. In BC 721, King Assyria king Bisin captivated Hosur. അതിൽ 19 രാജാക്കൾ. അവിടെ 19 രാജാക്കന്മാരാണ്. There are also 19 kings. BC 721 ആണ്ടിൽ ഇസ്രായേൽ രാജ്യം അസ്തമിച്ചത്. BC 721 ആണ്ടിൽ ഇസ്രായേൽ എന്ന രാജ്യം അസ്തമിച്ചു. In BC 721, kingdom of Israel met the curtain അതിൽ call. 10 ഗോത്രങ്ങൾ. അതിൽ 10 ഗോത്രങ്ങൾ. 10 tribes were there. യൂദാ രാജ്യത്തിൽ 2 ഗോത്രങ്ങൾ. എന്നാൽ യഹൂദ രാജ്യത്തിൽ ഉണ്ടായിരുന്നത് 2 ഗോത്രങ്ങൾ മാത്രം. In the kingdom of Judah, only 2 tribes were there. ഒന്ന് യൂദാ ഗോത്രം, ഒന്ന് യഹൂദ ഗോത്രം, One is Judah, രണ്ടാമത് ബെഞ്ചമിൻ ഗോത്രം. അതോടൊപ്പം തന്നെ ബെന്യാമീൻ ഗോത്രം. second one is Benjamin. ലേവിയ ഗോത്രം യൂദാ രാജ്യത്തോട് ചേർന്ന് വിട്ടാர்கள். എന്നാൽ ലേവ്യർ അവർ യഹൂദ രാജ്യത്തോട് ചേർന്ന് നിന്നവരാണ്. Levi joined the Jews. ഇതിൽ 20 രാജാക്കൾ. ഇവിടെ 20 രാജാക്കന്മാർ. 20 kings മുതലാമത് here. രഹോബയാം. ഒന്നാമത് രഹബയാം. First Rehoboam. രഹോബയാം സാലോമോനിൻ കുമാരൻ. രഹബയാം ശലോമോന്റെ മകൻ. Rehoboam was a son of Solomon. അതിലെ 18ാം രാജാ താൻ യോയാക്കീം. അതിലെ ആ നിരയിലെ 18ാമത്തെ രാജാവാണ് യഹോയാക്കീം. Joachim was the 18th in the കടേശി രാജാ hierarchy. താൻ സിദക്കിയ. ഒടുവിലത്തെ രാജാവ് സിദക്കിയാവ്. The last list is Zedekiah. ഈ യോയാക്കീമിനുടെ കാലത്തിൽ ഈ യഹോയാക്കീമിന്റെ കാലയളവിൽ During the days of Joachim, ദാനിയേലിൻ പുസ്തകം 1-ാം അധികാരം 1-ാം വസനത്തെ വാസിക്കുമ്പോൾ ദാനിയേൽ പ്രവചനം 1-ാം അധ്യായം 1-ാം വചനം വായിക്കുമ്പോൾ Daniel chapter 1, the first verse. യോയാക്കീമിനുടെ കാലത്തിൽ ഇസ്രായേൽ മക്കൾ യൂദാ രാജ്യத்துக்கு വിരോധமாக മുറ്റിക്കൈ പോട്ടதாக വേദത്തിൽ വാസിக்கிறோம். യഹോയാക്കീമിന്റെ കാലയളവിൽ അവർ യഹൂദ രാജ്യത്തെ നിരോധിച്ചതായി നമുക്ക് കാണാം. During the days of Joachim, these people came besieged the city. இப்படி 7 முறை ആ യൂദാ രാജ്യத்துக்கு വിരോധமாக നെബൂഖദ്നേസർ രാജ മുറ്റിക്കൈ പോട്ടാൻ. ഇങ്ങനെ 7 പ്രാവശ്യം നെബൂഖദ്നേസർ രാജാവ് ഈ യഹൂദ രാജ്യത്തെ ഉപരോധിച്ചു. Thus King Nebuchadnezzar besieged the city Judah 7 times. அந்த നെബൂഖദ്നേസർ രാജ പരാക്രമശാലി. ആ നെബൂഖദ്നേസർ രാജാവ് മഹാപരാക്രമശാലി ആയിരുന്നു. King Nebuchadnezzar was അവൻ mighty. എகிப்ത് രാജ്യത്തെ കീഴ്പ്പെടുത്തിനാൻ. അവൻ മിസ്രയീം രാജ്യത്തെ പരാജയപ്പെടുത്തി. He conquered Egypt. அந்த காலத்திலே ஒரு பெரிய ராஜ்யம் தான் எகிப்து ராஜ்யம். അന്നത്തെ ഒരു സാമ്രാജ്യമായിരുന്നു ഈജിപ്ത്. Egypt was a mighty kingdom then. 430 வருடம் இஸ்ரவேல் மக்களை அடிமையாக நடத்தின ராஜ்யமே எகிப்து ராஜ்யம். 430 ആണ്ടുകളോളം ഇസ്രായേൽ മക്കളെ അടിമപ്പെടുത്തിയിരുന്ന ഒരു സാമ്രാജ്യമാണ് മിസ്രയീം. Egypt was an empire that captivated people of Israel for 430 years. அந்த ராஜ்யத்தை നെബൂഖദ്നേസർ രാജ കീഴ്പ്പെടുത്തിനാൻ. ആ മഹാരാജ്യത്തെ പോലും നെബൂഖദ്നേസർ രാജാവ് പരാജയപ്പെടുത്തി. King Nebuchadnezzar conquered പല the പല empire. രാജ്യങ്ങളെ അവൻ കീഴ്പ്പെടുത്തിനാൻ. ഇങ്ങനെ എത്രയോ വലിയ രാജ്യങ്ങളെ അവൻ തോൽപ്പിച്ചു. Thus he conquered many ഉലകത്തിലെ kingdoms. മുതൽ ചക്രവർത്തിയാക നെബൂഖദ്നേസർ രാജ കാണപ്പെട്ടാൻ. അങ്ങനെ ലോകത്തിലെ ഒന്നാമത്തെ ചക്രവർത്തിയായി നെബൂഖദ്നേസർ രാജാവ് കാണപ്പെട്ടു. Thus Nebuchadnezzar was the first emperor in the world. ஆனால் இந்த சக்கரவர்த்திக்கு சின்ன ராஜ்யமாகிய யூதா ராஜ்யத்தை பிடிக்க முடியாமல் போய் എന്നാൽ ഈ ചക്രവർത്തിക്ക് പോലും അന്നൊരു ചെറു രാജ്യമായിരുന്ന ഈ യഹൂദ രാജ്യത്തെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞില്ല. Paradoxically enough, this king Nebuchadnezzar was not able to conquer small country Judah. എന്തായിരുന്നു കാരണം? Why? കാരണം என்ன? കാരണം എന്തെന്നറിയാമോ? What's the reason? ദേവനുടെ ആലയത്തിൽ മഹിമ കാണപ്പെട്ടത്. ദൈവത്തിന്റെ ആലയത്തിൽ മഹത്വം ഉണ്ടായിരുന്നു. The glory of God was prevalent in the വാഗ്ദത്ത temple. വചനം சொல்லுகிறது. അതുകൊണ്ടാണ് വാഗ്ദത്ത വചനം പറയുന്നത്. That's what a promise says. യെശയ്യാ 54-ാം അധികാരം 17-ാം വചനത്തെ നാം വാസിക്കുമ്പോൾ യെശയ്യാ പ്രവചനം 54-ാം അധ്യായം 17-ാം വചനം നമ്മൾ വായിച്ചാൽ Isaiah 54 verse 17. உனக்கு விரோதமாக எழும்பப்படும் எந்த ஆயுதமும் வாய்க்காமல் போ. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. No weapon that's formed against thee shall prosper. தேவ ஜனமே, தேவ மகிமை உனக்குள் காணப்பட்டால் எந்த வல்லமையும் எந்த பில்லி சூன்யமும் எந்த மந்திரவாதமும் எந்த செய்வின கோளாறும் உனக்கு விரோதமாக கிரியை செய்ய முடியாது. விசுவாசிக்கிறவங்க கரங்களை உயர்த்தி சத்தமாக தேவனுக்கு ஒரு அல்லேலூயா சொல்லுங்கள். ദൈവമഹത്വം നിന്നിൽ കാണപ്പെട്ടാൽ ഒരു ശക്തിയോ ആഭിചാരമോ ക്ഷുദ്രപ്രയോഗമോ ദുർമന്ത്രവാദമോ ഒന്നും നിനക്കൊരു ദോഷവും വരുത്തുകയില്ല. Beloved people of God, if the glory of God is dwelling in you,
no power of witchcraft, sorcery, divination shall haunt you. அதுக்கு நல்ல உதாரணம் സാലമോനിൻ ദേവാലയത്തിലെ മഹിമ. അതിന്റെ ഉത്തമ ഉദാഹരണമാണ് ശലോമോന്റെ ആലയത്തിൽ ഉണ്ടായിരുന്ന ദൈവമഹത്വം. The classic illustration is the glory which is prevalent. 384 வருடம் அந்த மகிமை ஆலயத்தில் காணப்பட்டது. 384 ആണ്ടുകളോളം മഹത്വം ആലയത്തിൽ തന്നെ ഉണ്ടായിരുന്നു. Nearly 384 years that glory was there in the BC temple. 970 ആണ്ടിലിருந்து BC 586 ആണ്ട് വരെ ദേവാലയത്തിൽ മഹിമ കാണപ്പെട്ടു. BC 970 മുതൽ BC 586 വരെ ദൈവത്തിന്റെ ആലയത്തിൽ മഹത്വമുണ്ടായിരുന്നു. BC 972, BC 584, this glory prevalent there. നീ ഭയപ്പെടാതെ, നീ പേടിക്കേണ്ടതില്ല. Fear not. വില്ലിശൂന്യത്തെ ഭയപ്പെടാതെ, ആഭിചാരത്തെ ഭയപ്പെടേണ്ട. Fear not witchcraft. ദേവൻ തന്ന മഹിമ എങ്കേ? ദൈവം തന്ന മഹത്വം എവിടെ? Where is the glory given by God? ആ മഹത്വം നീ സൂക്ഷിക്കൂ. Preserve this glory. വളരുങ്ങൾ. ആ മഹത്വത്തിൽ നീ വളരൂ. Grow in the glory. നമ്മുടെ സഭയും 103 வருடമായി വിട്ടു. ഇത് നമ്മുടെ സഭയുടെ 103-ാം ആണ്ടാണ്. Our church is stepping into the 130th. 1923 ആണ്ടിൽ പാസ്റ്റർ പോളാൽ ശ്രീലങ്കാവിലെ കൊളംബോ പട്ടണത്തിൽ ബറോലോ എன்ற இடத்தில் இந்த ஊழியம் ஆரம்பித்தார். 1923 ശ്രീലങ്കയിൽ കൊളംബോ നഗരത്തിൽ വർല എന്ന സ്ഥലത്ത് പാസ്റ്റർ പോളിലൂടെയാണ് ഈ സഭയെ ദൈവം സ്ഥാപിച്ചത്. In 1923 in Sri Lanka and Colombo, this ministry was founded by Pastor Paul. 103 வருடம். ഇത് 103-ാം ആണ്ട്. Now crossing 130 தேவன் years. 103 வருடம் நம்முடைய சபையை பாதுகாத்தபடினால் எல்லாரும் கரங்களை உயர்த்தி 3 அல்லேலூய சத்தமாக சொல்லுங்கள். ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം என்ன? എന്താണ് കാരണം? Why? தேவ மகிமை இங்கே உண்டு. ഇവിടെ ദൈവമഹത്വമുണ്ട്. Here exists the அருமையான glory of சகோதர God. சகோதரி, உனக்குள்ள மகிமை உண்டு. പ്രിയ സഹോദര, പ്രിയ സഹോദരി, നിന്റെ ഉള്ളിൽ ഒരു മഹത്വമുണ്ട്. Dear brother and sister, within you அந்த there is a மகிமையை glory. விட்டுவிடாதே. ആ മഹത്വത്തെ നീ കളയരുതേ. Do not leave the அது glory. மகிமையின் மேன்மை. അതാണ് ഈ മഹത്വത്തിന്റെ ശ്രേഷ്ഠത. That's a great அந்த this மகிமை glory. உனக்குள்ள இருந்தால் உனக்கு விரோதமாக எழும்புகிற எந்த ஆயுதமும் வாய்க்காமல் போ. ആ മഹത്വം നിന്നിലുണ്ടോ, നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരു ആയുധവും ഫലിക്കുകയില്ല. If that glory dwells in you, any weapon that is formed against you உங்கள் will not விசுவாசம் prosper. பலப்படட்டும். നിങ്ങളുടെ വിശ്വാസം ദൃഢമാകട്ടെ. Be strong in your faith. உனக்கு பணமல்ல தேவை. നിനക്ക് വേണ്ടത് പണമേ അല്ല. Money is not the need உனக்கு of the hour. படிப்பல்ல தேவை. നിനക്ക് വേണ്ടത് വിദ്യാഭ്യാസവുമല്ല. Education is not the need உனக்கு of the வேண்டிய hour. பெரிய உத்தியோகம் அல்ல. നിനക്ക് വേണ്ടത് ഉന്നത ഉദ്യോഗവുമല്ല. Not the high post is the உனக்கு need of the பேரும் hour. புகழ்ச்சியும் அல்ல தேவை. നിനക്ക് വേണ്ടത് പേരോ പ്രശസ്തിയോ അല്ലേ അല്ല. Not to honor and claim என் is the need of the தேவன் hour. எனக்கு தந்த மகிமையை நான் காத்துக்கொள்ள வேண்டும். എന്റെ ദൈവം എനിക്ക് തന്ന മഹത്വത്തെ ഞാൻ സൂക്ഷിക്കും. I must keep இந்த the glory மகிமையை God நான் has given me. பாதுகாப்பேன் என்று சொல்றவங்க கரங்களை உயர்த்தி 100 ஸ்தோத்திரம் பண்ணுங்க. സ്തോത്രം, 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 സ്തോത്രം. எல்லாரும் வாய் திறந்து சொல்லுங்க. ഉച്ച സ്വരത്തിൽ സ്തോത്രം പറയാം. സ്തോത്രം, 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 മഹിമ, സ്തോത്രം, മഹിമ, സ്തോത്രം, മഹിമ, സ്തോത്രം, മഹിമ, മഹിമ, മഹിമ. സ്തോത്രം, 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 സ്തോത്രം. மகிமை ரட்சகா ஸ்துதியோ மக்கஞ்சோம் சேற்றுங்க. നിന്നെ നീ വീണ്ടെടുത്തതിനാൽ மகிமை ரட்சக எல்லாரும் கை தட்டி பாடுங்கள். കൈകളടിച്ച് പാടിയ சிற்றனேந்து நனே மீட்டெடுத்ததினால் துதிப்பேன் உம்மை நான் ஆயுள் முழுவதும் ஆயுள் முழுவதும். நன்றியோடடி பணிந்து ஆமென். ஹல்லேலூயா. ஆமென். ஆயுள் முழுவதும் நன்றியோடடி பணிந்து என் பாக்கியம் நீ. எனக்கு என் மனம் துள்ளுதே. பூலோக சுகங்களில் நீ பாக்கியம் கண்டு நித்திய நகரில் சேர்ந்து நான் பாடுவேன். മലയാളത്തിൽ പാടാം, മലയാളത്തിൽ പാടാം. സന്തോഷിപ്പേൻ. നിത്യനാം രാജ്യത്തിൽ ചേർന്ന് ഞാൻ പാടിടും. രാജൻ മുഖം കണ്ട് എന്ന് ഞാൻ സന്തോഷിക്കും രക്തത്തിൽ ഫലമായി വാഴുമേ. എല്ലാവരും കൈ തട്ടി, കൈ തട്ടി. കോടി കോടി ഹല്ലേലൂയ. ആമേൻ. രക്തത്തിൽ ഫലമായി വാഴുമേ സ്വർഗത്തിൽ കോടി കോടി യുഗങ്ങളായി. அவ்வளவுதான். மகிமை இல்லம்மா, மகிமை இல்ல. போச்சு போச்சு.
മനോഹരമാം സിയോൻ ഞാൻ വേഗം தெரிஞ்ச பாட்டு எல்லாரும் பாடுங்க. നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്ന് ഞാൻ എൻ ശത്രുവിനത് എടുപ്പാൻ പാടില്ല. നിത്യമാം സന്തോഷം പ്രാപിക്കുമെന്ന് ഞാൻ എൻ ശത്രുവിനത് എടുപ്പാൻ പാടില്ല. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീരാജൻ മുൻപാകെ. ആനന്ദം കൂടിടും സാനന്ദം പാടിടും ശ്രീരാജൻ മുൻപാകെ. ഓ മഹിമേ രക്ഷകാ സ്തുതി നിനക്കുന്നു മഹത്വ രക്ഷകാ സ്തുതി നിനക്കുന്നു വീണ്ടെടുത്തതിനും സ്തുതിക്കുമങ്ങ് ഞാൻ ആവശ്യമാണല്ലോ നന്ദിയോടടി വണങ്ങും. സ്തുതിക്കുമങ്ങ് ഞാൻ ആവശ്യമാണല്ലോ നന്ദിയോടടി വണങ്ങും. അരുമയാണല്ലോ, ഇതാ നമ്മുടെ ധൈര്യം. പ്രിയരെ, ഇതാണ് നമ്മുടെ ധൈര്യം. Beloved, this is our ബാങ്കിലെ confidence. പണം നമുക്ക് ധൈര്യമല്ല. ബാങ്കിലെ ബാലൻസ് അല്ല നമ്മുടെ ധൈര്യം. A bank deposit is not പഠിത്ത our പിള്ളകൾ strength. നമുക്ക് ധൈര്യമല്ല. നമ്മുടെ മക്കളും നമ്മുടെ ധൈര്യമേ അല്ല. Our children are not our strength. പഠിത്ത പിള്ളകളാല് എത്രയോ പെற்றോர்கள் അഴുகிறார்கள். വിദ്യാഭ്യാസമുള്ള മക്കളുണ്ടെങ്കിലും അത് നിമിത്തം കരഞ്ഞ് കണ്ണുനീരൊഴുക്കുന്ന മാതാപിതാക്കൾ അനേകർ. Due to many educated children, many parents spend the time in tears. ஆனால் தேவன் தந்த அந்த മഹിമയേ നമ്മുടെ ഭാഗ്യം. എന്നാൽ നമ്മുടെ സൗഭാഗ്യവും ധൈര്യവും എന്നത് ദൈവം നമുക്ക് നൽകിയ മഹത്വമത്രേ. The glory given God is our great privilege. പാട്ടുകളെല്ലാം വീട്ടുകളിൽ പോയി പാടി പാടി ആവിയിൽ നിറമ്പി സന്തോഷപ്പെട്ട് കളികൂറുங்கள். ആകയാൽ ഈ പാട്ടുകളെല്ലാം വീട്ടിൽ ചെന്ന് ആനന്ദത്തോടെ പാടി നിങ്ങൾ സന്തോഷിക്കുവീൻ. At home, repeatedly sing this one, rejoice in the Spirit of God. മഹിമയിൻ മേന്മ നമ്മെ പാതുകാക്കും. ഈ ഉന്നത മഹത്വം നമ്മെ സംരക്ഷിക്കും. This great glory shall safeguard us. ചരിത്രങ്ങളുണ്ട്, നേരമില്ല. എത്രയോ ചരിത്രങ്ങൾ ഉണ്ടെങ്കിലും പറയാൻ നേരം പോരാ. Plenty to be added. Time does not മഹിമയിനാൽ permit. ഞാൻ പാതുകാക്കപ്പെടുവേൻ. ആ മഹത്വത്താൽ ഞാൻ സംരക്ഷിക്കപ്പെടും. I'll be safeguarded by മഹിമയിനാൽ glory. ദേവാലയം യൂദാരാജ്യം പാതുകാക്കപ്പെട്ടത്. ആ മഹത്വം കാരണമാണ് യഹൂദ രാജ്യവും ദൈവാലയവും സുരക്ഷിതമായിരുന്നത്. The kingdom of Judah and the temple protected by the glory. അടുത്ത ഇസ്രായേൽ മക്കളും இந்த இஸ்ரவேல் ராஜாக்களும் பாபம் செய்தார்கள். അടുത്ത ഇസ്രായേൽ രാജ്യവും ജനങ്ങളും പാപം ചെയ്തു. Kingdom of Israel also committed sin. அது என்ன பாவம் என்று பிறகு நான் சொல்லுகிறேன். പാപം എന്താണെന്ന് പിന്നീട് പറയാം. The sin I shall discuss later. எசேக்கியேல் 8-ാം അധികാരം 3-ാം വസനം 10-ാം വസനം 14-ാം വസനം 16-ാം വസനത്തിൽ പലവിധமான പാപങ്ങളെ കുറിച്ച് നാം വാസിக்கிறோം. എസ്കേൽ 8-ാം അധ്യായം 3, 10, 14, 16 വാക്യങ്ങളിൽ വിവിധ പാപങ്ങളെ നമുക്ക് കാണാം. In Ezekiel chapter 8 verses 3, 4, 10 and so on, we come across நீங்கள் various types பைபிளிலே of மட்டும் sins. அடையாளப்படுத்திக் கொள்ளுங்க, பிறகு அது நேரம் இருந்தா சொல்லித் தருகிறேன். ബൈബിളിൽ നിങ്ങൾ കുറിച്ച് വെച്ചുകൊള്ളുക. സമയം 8-ാം കിട്ടുകയാണെങ്കിൽ പറയാം. 8-ാം അധികാരം എസ്കേൽ 8-ാം അധ്യായം Ezekiel chapter 8, mark yourself. 3-ാം വസനം അടയാളപ്പെടുത്തുക. 3-ാം വസനം 3-ാമത്തെ വചനം, Verse 3, 10-ാം വസനം 10, 10, 14-ാം വസനം 14, again 14, 16-ാം വസനം 16. 16 2. ഈ 4 വസനങ്ങളിൽ അവர்கள் ദേവനുക്ക് വിരോധமான പല പല കാര്യങ്ങൾ ചെയ്തதாக വേദത്തിൽ വാസിக்கிறோം. അവർ ദൈവത്തിന് വിരുദ്ധമായി പല പല പാപങ്ങൾ ചെയ്തത് നമുക്ക് ഈ തിരുവചന ഭാഗങ്ങളിൽ കാണാം. They perpetrated many things against God, which is இப்படி mentioned പാപം here. ചെയ്തപടിയിനാൽ അവരിങ്ങനെ പാപം ചെയ്തതുകൊണ്ട് Thus, as they committed sin, மேலும் எசேக்கியேல் 11-ാം അധികാരം 23-ാം വസനത്തെ ഒന്ന് വാസിங்க, തമിഴിൽ എസ്കേൽ വാസിங்க. 11:23 തമിഴിൽ. 16:23. எசேக்கியேல் 11:23 கர்த்தருடைய மகிமை கர்த்தருடைய மகிமை நகரத்தின் நடுவிலிருந்து எழும்பி நகரத்தின் நடுவிலிருந்து எழும்பி நகரத்துக்கு கிழக்கே இருக்கிற மலைக்கு போய் நின்றது. மகிமை போய்விட்டது. മഹത്വം അവിടെ നിന്ന് പോയി. Glory departed. நீ தேவனுக்கு விரோதமாக பாபம் செய்தால், നീ ദൈവത്തിനെതിരായി പാപം ചെയ്താൽ, If you sin நீ against ரகசிய God, பாபங்கள் നീ செய்தால், രഹസ്യ പാപങ്ങൾ ചെയ്താൽ, if you commit நீ secret அருவருப்பான sins, பாவங்கள் നീ செய்தால், മ്ലേച്ഛതകൾ പ്രവർത്തിച്ചാൽ, if you commit abomination, யாருக்கும் தெரியாத காரியங்கள் நீ செய்தால், ആരും അറിയാത്ത കാര്യങ്ങൾ നീ ചെയ്താൽ, in secrecy, if you commit sin, அந்த மகிமை உன்னை விட்டு, உன்னை வீடை விட்டு,
அது போய்விடும், பாதுகாப்பு போய்விடும். ആ മഹത്വം നിന്നെ വിട്ടും നിന്റെ വീട് വിട്ടും പോയി കളയും. നിനക്ക് പിന്നീട് ഒരു സുരക്ഷിതത്വമില്ല. That glory will quit you and your family. Thereafter, no more safety. പാപത്തിനാൽ മഹിമ ഇഴന്നു പോകുമെന്ന് വിളങ്ങിക്കൊള്ളുക. പാപത്തിന്റെ ഫലമായി മഹത്വം നഷ്ടപ്പെടും എന്ന് മനസ്സിലാക്കുവിൻ. Thus it is obvious, by sin glory will be lost. ദേവാലയത്തിലെ മഹിമ പുറപ്പെട്ട് കിഴക്ക് മലയിൽ പോയി നിന്നത്. ഇപ്പോൾ ദൈവത്തിന്റെ ആലയത്തിൽ നിന്ന് മഹത്വം ഉയർന്നു പൊങ്ങി അത് കിഴക്കുള്ള പർവ്വതത്തിൽ പോയി നിന്നു. Glory departed from the temple, went and stood upon the east mountain. இந்த வேளைയിൽ ഈ സന്ദർഭത്തിൽ Meanwhile, നെബൂഖദ്നേസർ രാജാവിനുடைய സോൾജേഴ്സ് ചുറ്റിക്കൊണ്ടിരുന്നാர்கள். നെബൂഖദ്നേസറിന്റെ പടയാളികൾ അവിടെ ചുറ്റിക്കൊണ്ടിരുന്നു. soldiers of King Nebuchadnezzar were patrolling. യെരമ്യ 51-ാം അധികാരത്തിൽ നാം വരുമ്പോൾ യെരമ്യാ പ്രവചനം 51-ാം അധ്യായത്തിൽ വരുമ്പോൾ Jeremiah chapter 51. ഒരേ ഒരു സോൾജർ, ഒരേ ഒരു പടയാളി, A single soldier. അവൻ ഇപ്പടി ചുറ്റിനാൻ. അവനിങ്ങനെ ചുറ്റി സഞ്ചരിച്ചു. He was also patrolling. இந்த സിദക്കിയാവിനുடைய அரமனையை பார்க்கிறான். സിദക്കിയാവിന്റെ കൊട്ടാരത്തെ നോക്കി. Beholding the palace of Zedekiah. ഞാൻ ചുരുക്കமாக சொல்லுகிறேன். ഞാനിത് ചുരുക്കി പറയുകയാണ്. Let me make it brief. അവൻ ഇപ്പടി മതിലെ താണ്ടി എത്തി பார்த்தപ്പോൾ അവൻ ആ മതിലിനപ്പുറത്തേക്കൊന്ന് ഒരേ ഒരു സോൾജർ, ഒരൊറ്റ പടയാളി. As he peeped, only one soldier. രാജാവെ വിട്ട് അവനുடைய പോർ സേവകർ എല്ലാരും ഓടിവിട്ടാர்கள். രാജാവിനെ വിട്ടുകളഞ്ഞിട്ട് തന്റെ ഭൃത്യന്മാരും പടയാളികളും ഓടി രക്ഷപ്പെടുന്നു. Leaving the king, all the lieutenants, soldiers quit the place. இந்த ഒരു സോൾജർ മതിലിൽ ഒരു ദ്വാരത്തെ ഉണ്ടാക്കിന. എന്നാൽ ഈ പടയാളിൽ മതിൽ കുത്തി തുരന്നൊരു ദ്വാരമുണ്ടാക്കി. This soldier made a hole on the wall. ഗേറ്റ് പൂട്ടി ഇരിക്കുന്നത്. ഗേറ്റ് അടച്ചിരിക്കുന്നു. Because the gate is locked. ഗേറ്റ് വഴിയാക പോക മുടിയാതെ. ആ ഗേറ്റിൽ കൂടെ പോകാൻ കഴിയില്ല. Through the gate he cannot enter. ദ്വാര വഴിയാക ഉള്ള പോനാൻ. ആകയാൽ ആ ദ്വാരത്തിൽ കൂടെ അകത്ത് പ്രവേശിച്ച് He entered through the hole. രാജാവെ വിട്ട് പോർ സേവകരെല്ലാം വയൽ വഴിയാക ഓടിവിട്ടാர்கள். രാജാവിനെ വിട്ടുകളഞ്ഞിട്ട് പടയാളികളെല്ലാം വയലിൽ കൂടി ഓടി രക്ഷപ്പെടുന്നു. The soldiers fled from the presence of the king, escaped through the field. இந்த ഒരു സോൾജർ, എന്നാൽ ഈ ഒരു പടയാളിയോ, However, this soldier இந்த സിദക്കിയാവെ അറസ്റ്റ് பண்ணி കയ്യിൽ വിലങ്ങ് പോട്ടാർ. സിദക്കിയാവിനെ പിടികൂടി കയ്യാമം വെച്ചു. he arrested Zedekiah and handcuffed him. അവന്റെ കണ്ണ് തുറന്നെടുത്താൻ. അവന്റെ കണ്ണ് ചുഴിഞ്ഞെടുത്തു. His eyes are scooped അതുപോലെ പല down. സോൾജേഴ്സും വന്നുവിട്ടാർ. അപ്പോഴേക്കും മറ്റു പല പടയാളികളും അവിടെ വന്നുകൂടി. Meanwhile, some of the soldiers reported there. അവന്റെ കണ്ണ് തുറന്നു വിട്ട് അവനെ കുരുടനാക മാറ്റിനാർ. പിന്നീട് അവന്റെ കണ്ണ് ചുഴിഞ്ഞെടുത്ത് അവനെ അന്ധനാക്കി. Eyes scooped, he became അവന്റെ blind. കയ്യിലെ വിലങ്ങ് പോട്ടാർ. കയ്യാമം വെച്ചു. He was handcuffed. അവനെ ബാബിലോൺ ദേശത്തേക്ക് കൊണ്ടുപോയി. അവനെ ബാബിലോണിൽ കൊണ്ടുപോയി. He was brought to Babylon. വിവിധமாக പരിതാപ നിലമയിൽ യൂദാ രാജ അവൻ പിടിക്കപ്പെട്ടാർ. ഇങ്ങനെ വളരെ ദയനീയമായ നിലയിൽ യഹൂദ രാജാവ് പിടിക്കപ്പെട്ടു. Thus in a wretched fashion, this king was captured. നിങ്ങൾ എത്രയോ വിധமான വ്യാധികളെ നേർക്കൊണ്ടിരിக்கிறீர்கள். എത്രയോ രോഗങ്ങളെ നിങ്ങൾ തരണം ചെയ്ത് വന്നവരാണ്. You encountered different diseases. എത്രയോ ഓപ്പറേഷൻ ചെയ്യ വേണ്ടിയ വ്യാധിയും നീ ഓപ്പറേഷൻ ചെയ്യാമ ജപിച്ച് ജപിച്ച് നീ വിടുതലയെ പറ്റ നാൾക്കൾ ഉണ്ട്. ഓപ്പറേഷൻ ആവശ്യമായിരുന്ന അവസ്ഥയിൽ ഉണ്ടായിരുന്ന രോഗങ്ങൾ പോലും അതൊന്നുമില്ലാതെ പ്രാർത്ഥനയാൽ നീ അതിനെ ജയിച്ച നാളുകൾ നിനക്കില്ലേ? Many sicknesses which demanded operation, by prayer you overcame everything. ഇപ്പോഴൊരു ചിന്ന കഷ്ടത്തിക്ക് മുന്നാകെ നീ വിശ്വാസത്തിലെ നീ അടിമപ്പെട്ട് കാണപ്പെടുക. എന്നാൽ ഇപ്പോൾ ഒരു ചെറിയ കഷ്ടത്തിന് മുമ്പിൽ നീ വിശ്വാസത്തിൽ പതറി അടിമപ്പെട്ടു പോയില്ലേ? Now on the face of a small trial, he became fairy. നീ ഉനക്കുള്ള നീ சொல்லுகிறாய் ഞാൻ ഒരു കാലത്തിൽ വിശ്വാസ വീരനാക പ്രബലനാക ഞാൻ കാണപ്പെട്ടേൻ. നീ നിന്റെ ഉള്ളിൽ തന്നെ പറയാറില്ലേ, ഒരു കാലത്ത് ഞാൻ വിശ്വാസത്തിൽ എത്ര ശക്തനും വീരനുമായിരുന്നു. You are soliloquing in the times I was a mighty warrior in faith. ഇപ്പൊ ഒരു സോൾജർക്ക് മുന്നാലെ സിദക്കിയ രാജ പിടിപ്പെട്ടതുപോലെ, എന്നാൽ ഇവിടെ ഒരൊറ്റ പടയാളിയുടെ മുമ്പിൽ സിദക്കിയാവ് പരാജയപ്പെട്ടതുപോലെ By a single soldier, as the king was captivated, നീ പരാജയപ്പെടുகிறாய். നീയോ you പരാജയപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ? too are defeated. പാസ്റ്റർ ഞാൻ എന്നെ ചെയ്യ முடியும்? പാസ്റ്റേ, എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? Master, what's the എന്റെ remedy? പിള്ളകൾ இப்படி செய்தார்கள். ഓ, മക്കളാണ് ഇതൊക്കെ ചെയ്യുന്നത്. My children have done എന്റെ so. മരുമക്കൾ இப்படி ഓ, செய்தார்கள். മരുമക്കൾ പറഞ്ഞതുകൊണ്ടാണ് ഇത് ചെയ്തത്. My in-laws did
it so? என்னோட சூழ்நிலை இப்படி, സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി My പാസ്റ്ററെ. circumstances நீங்களும் compelled ஏற்ற me. வேளையில் ஜெபத்துக்கு வரவில்லை, ஜெபிக்கவில்லை, உதவி செய்யவில்லை. നിങ്ങളും തക്ക സമയത്ത് വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങളെ സഹായിച്ചില്ലല്ലോ. You did not report at the right time for நீ prayer and help எத்தனையோ us. சாக்குபோக்கு சொல்லிக் கொண்டிருக்கிறாய். ഇങ്ങനെ എത്രയോ മുടന്ത ന്യായങ്ങൾ നീ പറഞ്ഞേക്കാം. You are coming with subterfuges. இதல்லவா உன்னுடைய நிலவரம்? പക്ഷേ നിന്റെ അവസ്ഥ ഇപ്പോൾ ഇങ്ങനെയല്ലേ? Isn't this the current state? காரணம் என்ன? കാരണമെന്ത്? Why? உன்னுடைய மகிமை போய்விட்டது. നിന്റെ മഹത്വം പൊയ്പോയതാണ് കാരണം. Alas, you lost your glory. உணர்ந்து கொள்ளுங்கள். ഇതിനെക്കുറിച്ച് ബോധവാന്മാരാകുവിൻ. Be quickened about this. உன்னுடைய மகிமை போய்விட்டதினால் നിന്റെ മഹത്വം നഷ്ടപ്പെട്ടത് കൊണ്ട് As you lost your glory, மகனுக்கும் மருமகளுக்கும் മറ്റുള്ള മക്കൾക്കും എല്ലാത്തുക്കും നീ അടിമപ്പെട്ട് പോകുക. മകന്റെ മരുമകളുടെ മറ്റുള്ളവരുടെ വാക്കുകൾക്ക് മുൻപിൽ നീ അടിപതറി അടിമപ്പെടുന്നു. you are succumbing to the direction of even in-laws and other ആരെയും people. കുറ്റം சொல்லுவதில்ல. ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തുകയല്ല. I am not finding fault with anybody. ഞാൻ அந்த സൂഴ്நிலையை എടുത്ത് കാട്ടുகிறேன். ആ സാഹചര്യം എന്താണെന്ന് ഞാൻ പറയുന്നതേ ഉള്ളൂ. I simply highlight the circumstances. സാക്ഷി എന്ന് சொல்லுவாங்க, நீங்களெல்லாம் വേറെ സെന്ററുകാർ. അതിനുശേഷം പറയുന്ന സാക്ഷി എന്താണ്? നിങ്ങളൊന്നുമല്ല കേട്ടോ, വേറെ എവിടെയൊക്കെയോ ഉള്ളവരാണ്. Then they will testify. മദ്രാസിലുള്ളവங்க சொல்லுவாங்க, ചെന്നൈ എന്ന് പറയാം. People of Chennai would say. ആസ്പത്രി പോയി ഓപ്പറേഷൻ പണി, അത് പണി, ഇത് പണി, കീറി കിളിച്ച് എല്ലാം വന്നിട്ട് പറ, കർത്തർക്ക് സ്തോത്രം, എന്റെ ദേവൻ ഇമ്മട്ടും എന്നെ നടത്തിനാർ, எத்தனையோ போராட்டத்தில் என்ன ஜெயிக்க வைத்தார், இப்படியும் ஜெயித்து தந்திருக்கார். எங்க ஜெயம் தந்திருக்க? கையும் காலும் எல்லாம் கெட்டி போட்டிருக்கு. കയ്യും കാലൊക്കെ ஏன் போய் சாட்சி? എന്തിനാണ് ഈ കള്ളസാക്ഷി? They go to hospitals, undergo surgery. உன் சாட்சியின் ஜீவிய மேகம் எங்கே? നിന്റെ സാക്ഷ്യ ജീവിതമാകുന്ന മേഘം എവിടെ പോയി? Where is the cloud? Your life a testimony. உங்களை Gone. தாழ்த்தி கொள்ளுங்க. നിങ്ങളെ തന്നെ താഴ്ത്തുവിൻ, വിനയപ്പെടുവിൻ. Humble yourselves. இதுதான் இன்றைக்கு நமது சபையோட நிலவரம். നമ്മുടെ സഭയുടെ ഇന്നത്തെ അവസ്ഥയും ഇത് തന്നെ. This is the current state of our church today. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to ஐயா, God. നമ്മുടെ സഭയ്ക്കാக നാം കണ്ണീർ വിടുவோமா? സഭയോർത്ത് നമുക്ക് കണ്ണുനീരൊഴുക്കാമോ? Therefore, let us shed tears for our church. യേശു என்ன சொன்னார்? യേശു എന്തരുളി ചെയ്തു? What did Jesus say? ലൂക്കാ 21:36 ലൂക്കോസ് 21:36 പ്രകാരം Luke's Gospel chapter 21 verse 36. எல்லாவற்றிலிருந்தும் நீ தப்பிக்கும்படியாகவும் மனுஷகுமாரனுக்கு முன்பாக நிற்க பாத்திரவான்களாகும்படி எப்பொழுதும் விழித்திருந்து ஜெபியுங்கள். സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകേണ്ടതിനും മനുഷ്യപുത്രന്റെ മുൻപിൽ നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണ്ടതിനും സദാകാലവും ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പിൻ. Watch ye therefore and pray always, that ye may be accounted worthy to escape all இந்த these நாட்களில் things. அதிகமாக தேவ சமூகத்தில் താഴ്ത്തി ജപിയുങ്ങൾ. ദയവായി ഈ നാളുകളിൽ ദൈവസന്നിധിയിൽ നിങ്ങളെ താഴ്ത്തി നിങ്ങൾ അധികമായി പ്രാർത്ഥിക്കുവീൻ. These days, more and more, humble yourselves in the presence of God and pray. ഇനി എന്നென்ன പാപങ്ങൾ വരുമെന്ന് നാം പാർப்போം. ഏതൊക്കെ പാപങ്ങളാണ് ഇവിടെ വരുന്നതെന്ന് നോക്കാം. Let's see what are the sins that come upon us. 8:3 ഒന്ന് വാസിയുங்கள். എസ്കേൽ 10:3. Ezekiel chapter 8, the 3rd verse. கைப்போல் தோன்றினதை அவர் நீட்டி என் தலைமயிரை பிடித்து என்னை தூக்கினார். ஆவியானவர் என்னை பூமிக்கும் வானத்துக்கு நடுவே கொண்டு போய் தேவ தரிசனத்திலே என்னை எருசலேமில் வடதிசைக்கு எதிரான உள்வாசலின் நடையிலே விட்டார். அங்கே எரிச்சல் உண்டாக்கும் விக்கிரகத்தின் ஸ்தானம் இருந்தது. തീക്ഷ്ണത ജനിപ്പിക്കുന്ന തീക്ഷ്ണതാ ബിംബം. Image of jealousy which provokes. പല അർത്ഥങ്ങൾ ഉണ്ട്. പല അർത്ഥങ്ങൾ പറയാനുണ്ട്. It has got a wider spectrum of meanings. சொன்னால் ജന്മ പാപത്തെ വെളിപ്പെടുത്തുക. ചുരുക്കമായി പറഞ്ഞാൽ പ്രാകൃത പാപം, ജന്മപാപം. Simply speaking, inbred sin. എഫേസ്യർ 4:31 വാസിക്കുന്നത്. എഫെസ്യർ 4:31. Ephesians chapter 4 verse 31. ദേവനുക്ക് മഹിമ. ദൈവത്തിന് മഹത്വം. Glory be to God. എരിച്ചൽ ഉണ്ടാക്കും പാപം. തീക്ഷ്ണത ജനിപ്പിക്കുന്ന പാപം. Sin that provokes jealousy. ജന്മപാപം. ജന്മപാപം. Inbred sin. കോപങ്ങൾ, എരിച്ചിലുകൾ, കസപ്പുകൾ, വൈരാഗ്യങ്ങൾ, പിരിവിനകൾ, പിന്നകൾ, ഇതെല്ലാം അതിൽ ചേർന്നു. കയ്പ്, കോപം, ക്രോധം, കൂറ്റാരം, ദൂഷണം, ഇങ്ങനെയുള്ളതായ പാപങ്ങൾ. Irritation, bitterness, hatred, malice, all these things. அப்படிப்பட்ட பாபத்தினால் தேவனோட மகிமைக்கு நீ விரோதமாக கிரியை செய்கிற. ഇത്യാദി പാപങ്ങളിലൂടെ നീ ദൈവത്തിന്റെ മഹത്വത്തിന് എതിരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. By these sins, you're walking against the glory of God. ഇനി രണ്ടാമത്തെ പാപം. രണ്ടാമത്തെ പാപം. Second sin. 10 വചനം. 10 വാക്യം. Verse 10.
நான் உள்ளே போய் பார்த்தபோது உள்ளே போய் பார்த்தபோது இதோ சகலவித ஊரும் பிராணிகளும் സകലവിധமான ஊரும் பிராணிகளும் அருவருப்பான மிருகங்களும் ஆகிய அருவருப்பான மிருகங்களுமாகிய இவைகளின் சுரூபங்களும் സ്വരൂപങ്ങൾ இஸ்ரவேல் வம்சத்தாருடைய நரகலான சகல விக்கிரகங்களும் சுவரில் சுற்றிலும் சித்திரம் தீரப்பட்டிருந்தன. ആലയത്തിൽ പലവിധமான ഇടജന്തുക്കൾ പൂച്ചികൾ എല്ലാത്തിന്റെയും പടത്തെ വരണ്ടിരിക്കാറ്. ആലയത്തിന്റെ വിവിധ ഇടങ്ങളിൽ ഈ വിധമായ ജന്തുക്കളുടെ ഇഴജാതികളുടെ എല്ലാം ചിത്രം വരച്ചു വെച്ചിരിക്കുന്നു. Pictures of beasts, reptiles, and creatures are portrayed. വസനങ്ങളെ എഴുതി പോടலாம். ഈ വചനങ്ങൾ ദൈവാലയത്തിൽ വചനങ്ങൾ എഴുതി വെക്കാം. You can write verses on the temple. മുന്തി നമ്മുടെ മധ്യയിൽ വസനങ്ങൾ വന്ന ഇന്ത പക്കത്തിൽ ഒരു പുറാവ് വരും, അന്ത പക്കത്തിൽ ഒരു സിംഹം വരും. പ്രാവെ കാണും, സിംഹത്തെയും കാണും. ഇപ്പോൾ അതൊന്നും കാണുന്നില്ല. മുൻകാലങ്ങളിൽ വചനത്തിൽ പ്രാവും സിംഹവും ഒക്കെ വെക്കുമായിരുന്നു. Formerly on the board we have dove and lion, now they are missing. വസനത്തെ എഴുതി പോട്ടാൽ അതുക്ക് മുന്തിയും പിന്തിയും ഹിന്ദിയും നീ ഒരു പ്രാവെ വരയക്കൂടാതെ, ഒരു സിംഹത്തെ വരയക്കൂടാതെ, ഒരു സീനറിയും അതിൽ വരയക്കൂടാതെ. ആലയത്തിൽ നിങ്ങൾ വചനം വയ്ക്കുമ്പോൾ അതിന്റെ മുമ്പിൽ പുറകിലൊന്നും പ്രാവും വേണ്ട, സിംഹവും വേണ്ട, അതിന്റെ പ്രകൃതി പശ്ചാത്തലം ഒന്നും വേണ്ട. ഒരു പാട്ടുത്താൽ പാർത്ത് ഞാൻ ഒരു പാട്ട് കടലാസ് കണ്ടു. Recently I have seen a hymn sheet. അതിലെ പുറാവ് വന്ന് ഇറങ്ങുற മാതിരി രണ്ടറ്റത്തിനുണ്ട് പ്രാവ് വന്ന് ഇറങ്ങുന്നത് പോലെ. Picture of dove coming down. പാസ്റ്റർ ഇതെന്നെ ഇത്? പാസ്റ്റർ ഇതെന്താ? I asked, what is it, pastor? തവറായി പോച്ചു, തവറായി ഒന്നും சொல்லவில்லை അവര്. അത്തനെയും പാട്ടുതാൽ ക്യാൻസൽ പണി പുതു പാട്ടുതാൽ അടിച്ചിട്ട് ഇല്ല, അവിടെ കവറ് കിളിച്ച് വേറെ കവറ് പോട്ട് ഒറ്റ വയ്ക്ക சொன்னேன். ഒന്നുകിൽ ആ പാട്ടുതാൾ കളഞ്ഞിട്ട് വേറെ അടിക്കണം, അല്ലെങ്കിൽ കവർ കീറി കളഞ്ഞിട്ട് വേറെ കവർ അടിക്കണം. Either remove the cover and give a fresh one. നീ പ്രാവേ ഒന്നും വരയ വേണ്ട, അതെല്ലാം വിഗ്രഹം താ. പ്രാവൊന്നും നമുക്ക് വേണ്ട, വിഗ്രഹമാണത്. Don't draw the picture of dove, it is also an idol. ദേവനുക്ക് മഹിമ, ദൈവത്തിന് മഹത്വം. Glory be to God. ഇനി ഉങ്ങളുടെ വീട്ടുക്ക് ചെല്ലുവോ? നിങ്ങളുടെ വീട്ടിന്റെ കാര്യം നോക്കാം. നിങ്ങൾക്കൊരു ഷോർട്ട് കേസ് ഇല്ല? ഒരു ഷോക്കേസ് ഇല്ല? You have a showcase at home. അതിൽ എന്നെന്ന ബൊമ്മകളെ വെച്ചിരിക്കീങ്ക? അതില് നിങ്ങൾ എന്തൊക്കെ പാവകളും ഒക്കെ വെച്ചിട്ടുണ്ട്. What are the toys kept there? ചില വീട്ടില് മയിലെ വെച്ചിരിക്കാങ്ക, ചില വീട്ടിൽ മയിലുണ്ട്. Peacock is kept ചില somewhere. വീട്ടില് വയറുള്ള ഒരു മനുഷ്യൻ, ഒരു ലാഫിംഗ് ബുദ്ധ ഉള്ള വീടുകളുണ്ട്. A man with a projected belly. ഒരു വയറ് വീർത്ത ഒരാളുടെ രൂപമുണ്ട്. ഇനി എത്രയോ ബൊമ്മകളെ വെച്ചിരിക്കീങ്ക. ഇതുപോലെ നിങ്ങൾ എത്രയോ പാവകളൊക്കെ വെച്ചിട്ടുണ്ട്. Plenty of dolls are kept there. അന്ത ഷോർട്ട് കേസിൽ ഒരു വസനമില്ലേ? എന്നാൽ ഈ ഷോക്കേസിൽ വചനമോ കാണാനില്ല. No verse is kept in the showcase. എല്ലാം സൂ മാതിരി കാണപ്പെടുகிறது. ഒരു മൃഗശാലയായി മാറി. It's like in a mini zoo. വേദവസനത്തിൽ വാസിக்கிறோம், அப்படிப்பட்டதான பொம்மையில் பிசாசானவன் வந்து உட்கார்ந்து உന്റെ வீட்டுக்கு விரோதமாக கிரியை செய்யும் என்ற சாபத்தை வருத்தும் என்ற വേദ വസനത്തിൽ വാസിக்கிறோം. ബൈബിളിൽ നമുക്ക് കാണാൻ കഴിയും, നിങ്ങൾ അങ്ങനെയുള്ളതായ ബൊമ്മകളൊക്കെ വെച്ചാൽ പിശാച് അവിടെ വന്ന് കുടികൊള്ളും, അവൻ നിന്റെ വീടിനെ ശാപഗ്രസ്തമാക്കി മാറ്റും. The word of God says that devil shall come then, he shall abide on the dolls, thereby it shall be residence of the curse. യെരമിയ 7-ാം അധികാരം 18-ാം വസനത്തിൽ വാസിക്കുക. പല വസനങ്ങളിൽ നാം വാസിக்கிறோം. യെരമിയ 7:18 വായിക്കുക. ഇതുപോലെ എത്രയോ വചനങ്ങളുണ്ട്. നിങ്ങളുടെ വീടുകളിൽ കാണപ്പെടുന്ന എല്ലാ ബൊമ്മകളെയും അകറ്റുങ്ങൾ. ഇന്ന് തന്നെ വീട്ടിൽ ചെന്ന് ഇങ്ങനെയുള്ളതായ എല്ലാ പാവകളെയും എടുത്ത് കളയുക. Right today, keep away all the dolls kept in your house. ഒരു ബൊമ്മയും തേവയില്ല. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ളതായ ഒരു ബൊമ്മയും വേണ്ട. No such doll needs to be kept at your home. അവാർഡ് കിടച്ചതായിരിക്കണം, ഒരുപക്ഷെ നിനക്ക് കിട്ടിയ അവാർഡായിരിക്കും. Perhaps it may be a memento given to you. നമുക്ക് തേവയില്ല, എന്നാലും അത് നിനക്ക് വേണ്ട. No, keep it out. ആലയത്തിൽ ഇപ്പിടപ്പെട്ട പൂച്ചകളുടെയും ഇടജന്തുക്കളുടെയും പടത്തെ വരൈന്തതിനാൽ ദേവനുടെ കോപം ദേവാലയത്തിൽ വന്നത്, മഹിമ പോയിവിട്ടത്. ആലയത്തിൽ ഇതുപോലുള്ളതായ ഇഴജന്തുക്കളുടെ ചിത്രം വരച്ചത് കൊണ്ട് ദൈവത്തിന്റെ ക്രോധമാണ് വന്നത്, മഹത്വം അവിടെ നിന്ന് പോയി. As a portrait, the picture of such idols, such images, glory of God departed. എല്ലാവിധமான ബൊമ്മകളെയും പടങ്ങളെയും നിങ്ങളുടെ വീട്ടിലിരുന്ന് അകറ്റുങ്ങൾ. സകലവിധമായ പാവകളെയും ചിത്രങ്ങളെയും വീട്ടിൽ നിന്ന് മാറ്റുവീൻ. All kinds of toys and dolls remove from your house. ദേവവസനം എഴുതിനാൽ അത് പൂവോ സിംഹത്തിൻ തലയോ
പുറാവോ ഒന്നും തേവയില്ല. ദൈവവചനം വയ്ക്കുമ്പോൾ അവിടെ പൂവ് വേണ്ട, സിംഹം വേണ്ട, പ്രാവൊന്നും വേണ്ട. If you write the word of God, just keep it. Do you want the very ദേവനുടെ picture? വചനത്തെ നാം അലങ്കരിക്ക വേണ്ടി ആവശ്യമില്ല. ദൈവവചനത്തിന് നമ്മൾ കൊടുക്കുന്ന അലങ്കാരമൊന്നും വേണ്ട. Let us not decorate the word of അവരെ God. അലങ്കാരമുള്ള ദേവൻ. താൻ തന്നെ അലങ്കൃതനായ ദൈവം. God himself is so കാര്യങ്ങൾ beautiful. ഉന്റെ വീട്ടുക്കുள் இருக்கும்போது தான் உனக்கு சாபங்கள் வந்து விடுகிறது, மகிமை போய் விடுகிறது. അങ്ങനെയുള്ള കാര്യങ്ങൾ നിന്റെ വീട്ടിലുണ്ടോ? നിനക്ക് ശാപമാണ് വരുന്നത്, മഹത്വം അവിടെ നിന്ന് പോയി കളയുന്നു. While these things are kept at home, their curse comes, glory departs. மூன்றாவது பாவம், മൂന്നാമത്തെ പാപം. Third sin is 8-ാം അധികാരം 14-ാം വചനം. 8:14. chapter 8 verse 14. என்னை கர்த்தருடைய ஆலயத்து வடக்கு வாசலின் நடையிலே கொண்டு போனார். ஆ. இதோ அங்கே தம்முசுக்காக அழுது கொண்டிருக்கிற ஸ்திரீகள் തമ്മൂസുക്കാக അഴുതു കൊണ്ടിരിക്കുന്ന ചില സ്ത്രീകളെ കണ്ടാர்கள். തമ്മൂസിനെ കുറിച്ച് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്ത്രീകൾ. Some women weeping for Tammuz. തമ്മൂസ് അത് ഏതെ വെളിപ്പെടുത്തുகிறது. ഈ തമ്മൂസ് എന്തിനെ കാണിക്കണം? Tammuz, പല what is it കാര്യങ്ങളോട് typifying? ഒപ്പിട്ട് പേസലാം, നേരമില്ല. പല കാര്യങ്ങളോട് ഉപമിക്കാമെങ്കിലും ഇപ്പോൾ തമ്മൂസ് എന്ന് നേരമില്ല. சொன்னால் Many interpretations are there. വഴക്കങ്ങൾ. തമ്മൂസ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആചാരങ്ങൾ, ശീലങ്ങൾ, അനുഷ്ഠാനങ്ങൾ. Tammuz, vain conversation. ஞானஸ்நானம் எடுத்தவர்கள் எல்லா விதமான பழக்கங்களுக்கும் தழக்கங்களுக்கும் மரித்தவர்களாய் இருக்க வேண்டும் என்ற கொலோசியர் 2-ாம் அதிகாரம் 16-ாம் വചനത്തിലിருந்து 19-ാം വചനം முடிய നാം വാസിക്കും. കൊലോസ്യർ 2:16 മുതൽ 19 വരെ വായിച്ചാൽ മനസ്സിലാക്കാം. ജലസ്നാനമേറ്റവർ ദുരാചാരങ്ങളെയും ദുശ്ശീലങ്ങളെയും വിട്ടുകളഞ്ഞവരാകണം. In Colossians chapter 2 verse 16 on, we understand those who are baptized should be free from any kind of tradition or ritual. നാം ബർത്ത്ഡേ കൊണ്ടാടக்கூடாது. അതുകൊണ്ടാണ് ജന്മദിനം ആഘോഷിക്കാൻ പാടില്ല. Therefore, we must not observe birthday. മരിത്ത നാൾ കൊണ്ടാടലാകാതെ. ആ മരിച്ചതായ ആ സ്മരണ നമ്മൾ അത് ആ ദിനം ആഘോഷിക്കരുത്. Death anniversary should not be പോയി observed. പാൽ ഊത്തി ആരാധിക്ക കൂടാതെ. സെമിത്തേരിയിൽ ചെല്ലുകയോ അവിടെ പാലൊഴിക്കുക ഇങ്ങനെയുള്ള ആരാധനകളോ ഒന്നും പാടില്ല. Grave we should not be poured with oil and അവരുടെ pray. മരിത്തവരുടെ പടത്തെ வைத்து பூ போடலாகாது. മരിച്ചവരുടെ ചിത്രത്തിൽ പൂമാല ചാർത്തുവാൻ പാടില്ല. Picture of the deceased should not be kept there, and do not put garlands. അതിനാല പല വ്യാധികൾ വന്ന് ഉന്നെ അലക്കടിക്കും. അത് നിമിത്തമായി പല രോഗങ്ങൾ വന്ന് നിന്നെ അലട്ടും. Wherefore, you'll be haunted by different sicknesses. ആകയാൽ പഴക്ക വഴക്കങ്ങൾക്ക് നാം മരിത്തവരാക കാണപ്പെട வேண்டும். ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ചടങ്ങുകൾക്കെല്ലാം മരിച്ചവരാകാം. Let's be into to rituals, ceremonies, and that conversation. അധികാരം 20-ാം വചനത്തെ വാസിക്കുമ്പോൾ ഉലകത്തിൻ പഴക്കങ്ങൾക്ക് നിങ്ങൾ മരിച്ചതുണ്ടാനാൽ ജാതികളെ പോലെ നിങ്ങൾ പിഴയ്ക്കുന്നത് എപ്പടി. അതുകൊണ്ടാണ് കൊലോസ്യർ 2:20 വായിക്കുമ്പോൾ ലോകത്തിന്റെ ആദിപാഠങ്ങളിൽ നിങ്ങൾ മരിച്ചവരാണെങ്കിൽ ഇപ്പോൾ ജാതികളെ പോലെ നിങ്ങൾ അതനുസരിച്ച് നടക്കുന്നത് എങ്ങനെ? Wherefore, in Colossians chapter 2 verse 20 we read, if you dead with Christ from the demons of the world, ഇവിടെപ്പെട്ടതാണ് എല്ലാ പഴക്കങ്ങളെ നാം അകറ്റ வேண்டும். ഇങ്ങനെയുള്ളതായ എല്ലാ ആചാരങ്ങൾ, ചടങ്ങുകളെ നീക്കണം. we must keep off all kinds of traditions. പരിശുദ്ധത്വത്തിനാക ദേവൻ നമ്മെ അழைத்தார். ദൈവം നമ്മെ വിശുദ്ധിക്കായി വിളിച്ചിരിക്കുന്നു. God has called us unto holiness, പരിശുദ്ധത്തിക്ക് ദേവൻ നമ്മെ അழைക്കവില്ല. ദൈവം നമ്മെ വിളിച്ചത് മ്ലേച്ഛതയ്ക്കായിട്ടല്ല. not unto unholiness. God has called us. மகிமை இப்படிப்பட்ட காரியங்கள் மூலமாக மகிமையானது நம்மை விட்டு விலகாமல் இருக்கும்படியாக இந்த விஷயத்தில் நாம் ஜாக்கிரதையாயிருக்கும். ഇത്യാദി കാര്യങ്ങളാൽ മഹത്വം നമ്മളെ വിട്ട് അകലാതിരിക്കുവാൻ നാം ഇതിൽ ജാഗരൂകരാകണം. In order that glory might not depart, because of these things we must be vigilant. അടുത്ത പാപം, 4-ാമത് പാപം, നാലാമത്തെ പാപം. The fourth sin, 16-ാം വചനം. 16-ാം വാക്യം. verse 16. அங்க 25 புருஷர்கள் தங்களுடைய முதுகு தேவாலயத்துக்கு நேராகவும் தன்னுடைய முகத்தை சூரியனுக்கு நேராகவும் திருப்பி அவர்கள் சூரியனை വണങ്ങിനാർകൾ. അവിടെ 25 പുരുഷന്മാർ അവർ സൂര്യനെ ആരാധിച്ചു കൊണ്ടിരുന്നു. അവരുടെ മുഖം സൂര്യന് അഭിമുഖമായിരുന്നു. അവരുടെ പുറമാണ് ദൈവാലയത്തിന് നേരെ. 25 men turned their back into the temple, faced the sun, and worshipped the same. വിഗ്രഹാരാധന. വിഗ്രഹാരാധന. Idolatry. നിങ്ങൾ എത്ര പേർ വിഗ്രഹാരാധനക്കാരാക ഇങ്ങ വന്നിരിக்கிறீர்கள்? നിങ്ങളിൽ എത്ര പേർ ഇവിടെ വിഗ്രഹാരാധികളായി വന്നിട്ടുണ്ട്? How many are here being idolaters? അൻപിൻ അപ്പോസ്തലനാകിയ പരിശുദ്ധ യോവാൻ சொன்னார். സ്നേഹത്തിന്റെ അപ്പോസ്തലനായ വിശുദ്ധ യോഹന്നാൻ പറഞ്ഞത്, Apostle John the Apostle Love says, 1 യോവാൻ 5-ാം അധികാരം 21-ാം വചനത്തിൻപടി 1 യോഹന്നാൻ 5:21 പ്രകാരം, 1 John chapter 5 verse 21. പിള്ളകളെ,
വിഗ്രഹങ്ങൾക്ക് വിലകി ഉങ്ങളെ കാത്തുകൊൾ. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്നുകൊള്ളുവീൻ, നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. Little children, keep yourselves from idols. പിള്ളകളെ വിഗ്രഹങ്ങൾക്ക് വിലകി ഉങ്ങളെ കാത്തുകൊൾ. കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളെ വിട്ട് അകന്നുകൊണ്ട് നിങ്ങളെ സൂക്ഷിക്കുവിൻ. Children, keep off idols, preserve yourselves. അവർ എന്ത് വിഗ്രഹത്തെ വണങ്ങിനാர்கள்? അവര് നമസ്കരിച്ച വിഗ്രഹം ഏതാണ്? Which idol did they worship? 20 വസനത്തിൽ എന്നെ വാസിக்கிறோம். 20 വാക്യത്തിൽ എന്ത് വായിക്കുന്നു? In verse 20. മെയ് ദേവനാകിയോ ഉമ്മയും സോറി വാസിങ് 20 വസനം 20 വാക്യം. സീക്രമാ 1 യോവാൻ 5:20. 1 യോഹന്നാൻ 5:20. 1 യോവാൻ 5:20. ദൈവപുത്രൻ വന്നു എന്നും സത്യദൈവത്തെ അറിയുവാൻ നമുക്ക് വിവേകം തന്നു എന്നും നാം അറിയുന്നു. നാം സത്യദൈവത്തിൽ അവന്റെ പുത്രനായ യേശു ക്രിസ്തുവിൽ തന്നെയാകുന്നു. തമിഴ് അത് മട്ടും அன்றியும் நாம் சத்தியமுள்ளவரை அறிந்து கொள்வதற்கு சத்தியம் எல்லாரும் சத்தியம் தான். அது மட்டும் வாசி. സത്യദൈവവും നിത്യജീവനും. இவரே மெய்யான தெய்வனும் மெய்யான தேவனும் நித்திய ஜீவனுமாயிருக்கிறார். ஜீவனுமாயிருக்கிறார் என்று சுவிசேஷம் சொன்ன பிறகு சொல்லுகிறார். இவரே மெய்யான தேவனும் நித்திய ஜீவனும். ആ സുവിശേഷത്തിൽ ഇങ്ങനെ പറയുന്നു, അവൻ സത്യദൈവവും നിത്യജീവനുമാകുന്നു. This is a true God and eternal life. 21 വസനത്തിൽ சொல்லுகிற പിള്ളകളെ വിഗ്രഹങ്ങൾക്ക് വിലകി ഉങ്ങളെ കാത്തുകൊൾ. അതുകൊണ്ടാണ് തുടർന്ന് പറയുന്നത്, കുഞ്ഞുങ്ങളെ വിഗ്രഹങ്ങളോട് അകന്ന് സൂക്ഷിച്ചുകൊള്ളുവിൻ. That's why the next verse says, little children, keep off idols. ഇன்றைக்கு നാം 5 വിധത്തിൽ വിഗ്രഹത്തെ വണങ്ങി ജീവിക്കണം. നാം ഈ കാലയളവിൽ 5 വിധത്തിൽ വിഗ്രഹാരാധികളായിരിക്കുന്നു. Today, in 5 different ways, we worship the ஒருவேளை idols. நீங்கள் கல்லை எடுத்து வச்சு அதுக்கு பூஜை பண்ணி അതിനെ നീ തൊഴാமல் இருக்கலாம். നിങ്ങൾ ഒരു ശിലയെ എടുത്ത് പൂജിച്ച് വണങ്ങാതിരുന്നേക്കാം. Sometimes you may not worship a stone kept before you. ஆனால் நீ ஆராதிக்கிற விக்கிரகாராதனை என்ன? എന്നാൽ നിന്റെ വിഗ്രഹാരാധന എന്ത്? What's your idolatry? முதலாவது விக்கிரகாராதனை 1 சாமுவேல் 15 அதிகாரம் 23 வசனத்தை வாசியுங்கள். 1 ശമൂവേൽ 15:23 വായിച്ചാൽ 1 ഒന്നാമത്തെ സാമുവേൽ 15:23 1 ശമൂവേൽ 15:23. First Samuel chapter 15 verse 23. ரெண்டகம் பண்ணுதல் பிலிசூனிய பாவத்திற்கும் முரட்டாட்டம் பண்ணுதல் அவபக்திக்கும் விக்கிரக ஆராதனைக்கும் சரியாயிருக்கிறது. முரட்டாட்டம் பண்ணுதல் சண்டை போடுவது. எத்தனை பேர் வீடுகளில் சண்டை போடுகிறீர்கள்? എത്ര പേർ വീട്ടിൽ വഴക്കിടുന്ന ശാഠ്യം കാണിക്കുന്നു? Rebellion, how many practice this? എത്ര പേർ സഭകളിൽ സண்டை போடுகிறீர்கள்? എത്ര പേർ സഭയിൽ വഴക്കുണ്ടാക്കുന്നു? How many are rebellious in the church? എത്ര പേർ പോയി വരുகிற இடங்களிൽ സண்டை போடுகிறீர்கள், മുരട്ടാട്ടം பண்ணுகிறீர்கள்? എത്ര പേർ ചെല്ലുന്നിടത്ത് ശാഠ്യം കാണിക്കുന്ന How many വഴക്കുണ്ടാക്കുന്നു? become rebellious? മുരട്ടാട്ടം பண்ணுவது, സண்டை போடுவது விக்கிரகாராதனை. ശാഠ്യവും മത്സരവും എല്ലാം വിഗ്രഹാരാധന. Rebellion, stubbornness, like unto அப்படி நீ idolatry. விக்கிரகாராதனை செய்தால் உன் மகிமை போய்விடும். ഈ വിധത്തിലുള്ള വിഗ്രഹാരാധനയാൽ നിന്റെ മഹത്വം നഷ്ടമാകും. By this idolatry, you will lose your glory. இரண்டாவது விக்கிரகாராதனை என்ன? രണ്ടാമത്തെ വിഗ്രഹാരാധന എന്ത്? Which is the second aspect of எபேசியர் idolatry. 5 அதிகாரம் 5 வசனத்தில் பொருளாசையான விக்கிரகாராதனை. എഫേസ്യർ 5:5 ദ്രവ്യാഗ്രഹമാകുന്ന വിഗ്രഹാരാധന. Ephesians chapter 5 the 5th verse, ஏது covetousness. பொருளை பார்த்தாலும் கண்களின் இச்சை, ஜீவனத்தின் பெருமை, மாம்சத்தின் இச்சை உன்னை அடிமைப்படுத்துகிறது. ഏത് വസ്തുവിനെ കണ്ടാലും ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം നിന്നെ വലയ്ക്കുന്നു. Lust of the eyes, lust of the flesh, pride of life conquers you whenever you look at any object. தேவைக்கு பொருள் வாங்கலாம், உன் ஆசைக்கு பொருள் வாங்கலாகாது. ദൈവജനമേ, ആവശ്യത്തിന് സാധനങ്ങൾ വാങ്ങുവീൻ, നിങ്ങളുടെ കൊതിക്ക് വാങ്ങരുത്. Buy for need, not for greed. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to ஒரு God. வாட்சை பார்த்த உடனே அதன் மேல் ஆசைப்பட்டு அது நீ உடனே வாங்காத. വാച്ച് കണ്ടാൽ മോഹിച്ചത് വാങ്ങരുത്. No sooner do you see a watch than to love it and buy it. யாக்கோபு 1 அதிகாரம் 14-15 வசனங்களை வாசிக்கும் போது യാക്കോബ് 1-ാം അധ്യായം 14-15 വചനങ്ങൾ വായിച്ചാൽ James chapter 1 verses 14 and 15. உன் சுய இச்சையினால் இழுக்கப்பட்டு சிக்குண்டு நீ சோதிக்கப்படுகிறாய். பின்பு இச்சையானது கர்ப்பம் தரித்து பாவத்தை பிரசவிக்கும். പാപമാനത് പൂർണ്ണപ്പെടും പോത് മരണത്തെയും പ്രസവിക്കും. ഓരോരുത്തൻ സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെടുകയത്രേ ചെയ്യുന്നത്. പാപം ഗർഭം ധരിച്ച് മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു. പാപം മുഴുത്തിട്ട് മരണത്തെ പൊറുന്നു. When sin is finished, it brings forth death.
ദേവനുക്ക് മഹിമേ. ദൈവത്തിന് മഹത്വം. Glory be to God. ഇച്ഛയ്ക്ക് നീ അടിമപ്പെട്ടു പോകാതെ, മോഹങ്ങൾക്ക് അധീനനാകരുത്. Be not enslaved ഇനി to ഒരുവന്റെ lust. വീടെ പാത്ത് നീ ഒരു വീട് കെട്ടാതെ, മറ്റൊരാളുടെ വീട് കണ്ട് മോഹിച്ച് നീ വീട് പണിയരുത്. Don't build a house, look at the house of another person. കാറ് വാങ്ങിയതിനാൽ അന്ത കാറെ പാത്ത് നീ ഒരു കാറ് വാങ്ങാതെ, ഒരാൾ ഒരു വില കൂടിയ കാറ് വാങ്ങിക്കുന്നത് കണ്ട് മോഹിച്ച് നീ വാങ്ങരുത്. Don't be enticed by the neighbor's vehicle and buy ഉനക്ക് one. தேவையாயிருந்தால் தேவன் வழி வாசல்கள் திறப்பார், அப்போது நீ வாங்கலாம். നിനക്ക് ആവശ്യമാണെങ്കിൽ ദൈവം അതിനുള്ള വഴി ഒരുക്കി തരുമ്പോൾ നീ അത് വാങ്ങിക്കൂ. If it is a need, God shall open ways, then you can இப்படி buy நீ one. வாங்குறதுனால தான் உனக்கு கடன் பிரச்சனைகள் வருகிறது. എങ്ങനെയൊക്കെ വാങ്ങിക്കൂട്ടുന്നത് കൊണ്ട് കടക്ലേശങ്ങൾ വരുന്നു. As you buy so only, your debts multiply. பிரத்தியார் உன்னுடைய சம்பாத்தியத்தை அவன் அடித்துக் கொண்டு போகிறான். നിന്റെ സമ്പത്ത് 5-ാം അധികാരം 10-ാം വചനം. സഭാപ്രസംഗി 5:10 നിന്റെ സമ്പത്ത് കണ്ടവന്റെ വീട്ടിലായി പോകരുത്. കണ്ടവന്റെ വീട്ടിൽ പോകും. Ecclesiastes chapter 5 verse 10, the stranger takes away. പോയിവിടും. കണ്ടവന്റെ വീട്ടിൽ അത് പോകും. To go to the stranger's എന്നാ house. കണ്ടവൻ ആര്? ആരാണ് ഈ കണ്ടവൻ? നിന്റെ is a പണത്തിൽ stranger? ഒരു പകുതി മരുന്നുക്ക് പോകുന്നില്ലയാ? നിന്റെ സമ്പാദ്യത്തിൽ ഒരു പങ്ക് മരുന്നിനായി പോകുന്നില്ലേ? A part of your നിന്റെ money is going for സമ്പാദ്യത്തിൽ ഒരു medicine. പകുതി ഇൻട്രസ്റ്റ് വട്ടിക്ക് പോകുന്നില്ലയാ? നിന്റെ സമ്പാദ്യത്തിൽ ഒരു പങ്ക് പലിശക്കല്ലേ പോകുന്നത്? A part of your savings is going for interest. ഒരു പകുതി കേസുക്കും കോർട്ടുക്കും വഴക്കും പോകുന്നില്ലയാ? സമ്പാദ്യത്തിൽ ഒരു പങ്ക് കേസ് വഴക്ക് വക്കീൽ ഫീസായിട്ട് പോകുന്നില്ലേ? A portion of your savings is going for arbitration and court. സമ്പാദ്യത്തിൽ ഒരു പകുതി പോലീസ് മറ്റുള്ള മനുഷ്യരും സാപ്പിടുന്നില്ലയാ? നിന്റെ സമ്പാദ്യത്തിൽ ഒരു പങ്ക് പോലീസും അതുപോലെയുള്ള ആളുകളും തിന്നുന്നില്ലേ? A portion of your saving is eaten by police or the connected people. ഉന്റെ സമ്പാദ്യത്തിനാൽ ഉനക്ക് തൃപ്തി വരികയില്ല. നിന്റെ സമ്പാദ്യത്താൽ നിനക്ക് തൃപ്തിപ്പെടാൻ കഴിയുന്നില്ല. You are not satisfied ഉന്റെ by your saving. സമ്പാദ്യത്തിനാൽ പ്രത്യാരുടെ വീട്ടിൽ പോകലാകാതെ, ആകയാൽ നിന്റെ സമ്പത്ത് അന്യന്റെ വീട്ടിലായി പോകരുത്. Your saving should not go to the house of the stranger. പൊരുളാശയിൽ ഇരുന്ന് വിടുതലയെ പെറ്റുകൊള്ള വേണ്ടും. ആകയാൽ ദ്രവ്യാഗ്രഹത്തിൽ നിന്ന് വിമുക്തരാകണം. Be liberated from covetousness. தேவைக்கு மட்டும் எல்லாம் செய்யுங்கள். ആവശ്യത്തിന് മാത്രം എല്ലാം ചെയ്യുവിൻ. Do everything only for need. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. மூன்றாவது விக்கிரகாராதனை என்ன? മൂന്നാമത്തെ വിഗ്രഹാരാധന എന്ത്? Which is the third aspect of idolatry. എസെക്കിയേൽ 33-ാം അധികാരം 31-ാം വചനത്തെ വാസിക്കുമ്പോൾ എസ്കേൽ 33:31 Ezekiel 33, the 31st verse. அங்கும் பொருளாசை என்று நாம் வாசிக்கிறோம். അവിടെ നമുക്ക് ദുരാഗ്രഹം കാണാം. There also covetousness is mentioned. அவர்கள் தங்கள் வாயினாலே இன்பமாய் வாயினாலே பேசுகிறார்கள், இன்பமாக பேசுகிறார்கள், அவர்கள் இருதயமோ பொருளாசையை பின்பற்றி போகிறது. அவருடைய இருதயமோ பொருளாசையை பின்பற்றி போகிறது. அவருடைய ஹிருதயமோ அதன்படி அவர்கள் செய்கிறதில்ல. അവരുടെ ഹൃദയമോ ദുരാഗ്രഹത്തെ പിന്തുടരുന്നു. അവരുടെ വചനങ്ങളെ കേൾക്കുന്നുവെങ്കിൽ അതുപോലെ പ്രവർത്തിക്കുന്നില്ല താനും. Their heart goes after covetousness. They do not follow the word and practice it. എന്താണ് ഇതിന്റെ അർത്ഥം? What's the அந்த meaning? பொருளாசை என்பதும் மாயமால ஜீவியத்தை வெளிப்படுத்துகிறது. ആ ദുരാഗ്രഹം എന്നത് കപടഭക്തിയുടെ ജീവിതമാണ്. Their covetousness speaks about hypocritical life. கபடபக்திக்காரனாக மாயமாலக்காரனாக ஜீவித்தால் உண்ட மகிமை உண்டே விட்டு போய்விடும். ഒരു കപടഭക്തനായി നീ വ്യാജമായി ജീവിച്ചാൽ മഹത്വം നിന്നെ വിട്ടുപോയി പോകും. If you are a hypocrite, you will lose your glory. ഇനി നാലാമത് പാപം, നാലാമത്തെ വിഗ്രഹാരാധന. The fourth aspect of idolatry. മത്തേയു 10-ാം അധികാരം 37, 38, 39 വചനങ്ങളെ വാസിക്കുമ്പോൾ മത്തായിയുടെ സുവിശേഷം 10:37 മുതൽ 39 വരെയുള്ള വചനങ്ങളിൽ Matthew's Gospel chapter 10 verse 37 to 39. അധികமாக എதை നീ നേസിത്താലും അത് ഉനക്ക് വിഗ്രഹം. ദൈവത്തെക്കാളുപരി നീ എന്തിനെ സ്നേഹിച്ചാലും അത് തന്നെ നിന്റെ വിഗ്രഹമാകും. Whatever you love more than God, that amounts to idolatry. അധികமாக തായെയാവത് തകപ്പനെയാവത് നീ നേസിത്താൽ, മകനെയാവത് മകളെയാവത് നേസിത്താൽ, ഉന്റെ സ്വന്തം ജീവനെയും നേസിത്താൽ അത് ഉനക്ക് വിഗ്രഹാരാധന. എന്നേക്കാളധികമായി നിന്റെ അപ്പനെയോ അമ്മയോ മകനെയോ മകളെയോ സ്വന്തം ജീവനെയോ പ്രിയപ്പെട്ടാൽ നീ വിഗ്രഹാരാധിയായി മാറി. If you love your father or mother, son or daughter in your own life more than me, that amounts to idolatry. ദേവനുക്ക് അപ്പോത് മഹിമ പോയിവിടും. അപ്പോഴും മഹത്വം പോയി
the glory ഇன்றைக்கு slips away. உங்களுடைய பிள்ளைகளெல்லாம் எங்கே? ഇന്ന് നിന്റെ മക്കളൊക്കെ ഇപ്പോൾ എവിടെ? Where are your children today? இதோடு கூட தேவாராதனைக்கு தேவனை ஆராதிக்கும்படியாக தேவ சமூகத்தில் வந்திருக்கிறார்கள். ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ നിന്നോട് ഒത്തുചേർന്ന് ദൈവസന്നിധിയിൽ നിന്റെ മക്കൾ വന്നിട്ടുണ്ടോ? Have they reported to the presence of God in order to worship God with you? வாரம் தேவாராதனைக்காக உன்ற பிள்ளைகள் உன்னோடு கூட தேவ சமூகத்தில் வருகிறார்களா? എല്ലാ ആഴ്ചകളിലും ദൈവത്തെ ആരാധിക്കുവാൻ നിന്റെ മക്കളും നിന്നോടൊപ്പം ചേർന്ന് ദൈവസന്നിധിയിൽ എത്തുന്നുണ്ടോ? Week after week, do your children accompany you to the presence of God in order to worship Him? தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. கர்த்தருக்கு பயந்து அவருடைய வழிகளில் நடக்கிற மனுஷன் பாக்கியவான். அவன் கையின் பிரயாசத்தை அவன் சாப்பிடுவான். அவனுடைய பிள்ளைகளும் அவனுடைய மனைவியும் ஆசீர்வதிக்கப்படும் என்று 128 சங்கீதத்தில் நாம் வாசிக்கிறோம். 128 സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നല്ലോ, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ, അവന്റെ ഭാര്യ, അവന്റെ മക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. We read in Psalm 128 that blessed is the man who fears the Lord and walks in His ways. He, his உங்களுடைய prodigy, வீடுகளில் shall be குடும்ப blessed. ஜெபங்கள் நடத்துகிறீர்களா? നിങ്ങളുടെ വീടുകളിൽ ഭവന പ്രാർത്ഥനയും കുടുംബ പ്രാർത്ഥനയുണ്ടോ? Are you sincere in your family உங்க prayer? குடும்பத்தில் 4 மணிக்கு எழும்பி நீ தேவனை துதிக்கிறீர்களா? നിങ്ങളുടെ കുടുംബങ്ങളിൽ അതിരാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കാറുണ്ടോ? Do you get up early morning 4 o'clock and praise அதிகாலையில் God? என்னை தேடுகிறவன் கண்டடைவான். അധികാലത്തെ എന്നെ അന്വേഷിക്കുന്നവൻ എന്നെ കണ്ടെത്തുന്നു. He that seeks me early morning shall find me அதிகாலையில் out. அவனுடைய யுத்தங்களை நான் பொறுப்படுத்தி செய்வேன். അധികാലത്ത് തന്നെ ദൈവം അതിനെ സഹായിച്ച് അതിന്റെ യുദ്ധങ്ങളെ ചെയ്യുന്നു. Early morning, God Himself shall undertake His அதிகாலையில் battle. அவனுடைய வாயை திருப்தியினால் திருப்தி ஆக்குவேன். അധികാലത്ത് തന്നെ ഞാൻ അവന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തും. Early morning, his mouth shall be satisfied with good. அதிகாலையில் தேவனை நீ துதித்தால் 18 ஆசீர்வாதங்கள் பெற்றுக்கொள்ளலாம். അധികാലത്തെ ദൈവത്തെ സ്തുതിക്കുന്നതിലൂടെ 18 അനുഗ്രഹങ്ങൾ പ്രാപിക്കാം. If you praise God early morning, whereby you can அருமையான receive 18 தேவஜனமே, blessings. நீயும் உண்ட பிள்ளைகளும் உண்ட மனைவியும் குடும்பமாக தேவனை அதிகாலையில் துதியுங்கள் துதியுங்கள். പ്രിയ ദൈവമക്കളെ, നീ നിന്റെ ഭാര്യ, മക്കൾ, കുടുംബം ഒത്തുചേർന്ന് അതിരാവിലെ ദൈവത്തെ സ്തുതിക്കുവീൻ. Beloved people of God, you, your husband, wife, children, get up early morning and praise விதமான God. விக்கிரகத்துக்கு விலகி ஜீவிப்போம். ഇത്യാദി വിഗ്രഹങ്ങളെ വിട്ടകന്നുകൊള്ളാം. Let us keep away idolatry. தேவனுக்கு மகிமை. ദൈവത്തിന് മഹത്വം. Glory be to God. அதனால தான் மகிமை போய்விட்டது. ഈ കാര്യങ്ങൾ നിമിത്തമായി മഹത്വം പോയി. Alas, glory be 5 to நிமிடத்தில் நான் என்னுடைய இந்த மெசேஜ் நிப்பாட்ட போறேன். 5 മിനിറ്റിനുള്ളിൽ ഞാൻ ഈ സന്ദേശം അവസാനിപ്പിക്കും. I'll sign off within 5 எப்படி minutes. பெற்றுக்கொள்ளலாம்? എങ്ങനെ വീണ്ടും തിരികെ ഈ മഹത്വം പ്രാപിക്കാം? Now, how can this glory be restored? எழுந்து போன ஆசீர்வாதத்தை எப்படி நீ பெற்றுக்கொள்ளலாம்? നഷ്ടപ്പെട്ട അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് എങ്ങനെ തിരികെ ലഭിക്കും? The blessing lost, how that can be recuperated? 1 പേതുരു 4 அதிகாரம் 14 வசனத்தின்படி 1 പത്രോസ് 4:14 പ്രകാരം 1 Peter chapter 4 verse 14. அபிஷேகத்தினால் மகிமையை பெற்றுக்கொள்ளலாம். അഭിഷേകത്തിൽ കൂടെ മഹത്വം നമുക്ക് തിരിച്ചു By പ്രാപിക്കാം. anointing, you can get back the anointing. அபிஷேகத்தை பெற்றுக்கொள்ளுங்கள். ആകയാൽ അഭിഷേകം പ്രാപിക്കുവീൻ. Therefore receive this anointing. രണ്ടാമത് 2 കൊരിന്ത്യർ 4 அதிகாരം 16-17 വസനത്തിൻപടി രണ്ടാമതായി 2 കൊരിന്ത്യർ 4:16-17 വചനങ്ങൾ പ്രകാരം 2 Corinthians chapter 4 verses 16 and 17. உன்னுடைய ஆவியிலும் ஆத்மாவிலும் சரீரத்திலும் இயேசுவுக்காக பாடுபட்டு ஜீவிக்கும் போது மகிமையை பெற்றுக்கொள்ளலாம். நித்திய கன மகிமையை பெற்றுக்கொள்ளலாம். ദേഹം ദേഹി ആത്മാവിൽ കർത്താവിനായി നീ കഷ്ടം സഹിക്കുമ്പോൾ നിനക്ക് ആ തേജസ്സിന്റെ നിത്യ ഘനം പ്രാപിക്കാം. Once you suffer your body, soul and spirit for the Lord, you can get the exceeding riches of the glory. தேவனுக்காக பாடுபட்டு ஜீவியுங்கள். ദൈവത്തിനായി കഷ്ടം അനുഭവിച്ച് ജീവിക്കുവിൻ. Suffer for the Lord and live. தெய்வீக சுகத்திலே நிலைத்திருங்கள். ദൈവിക രോഗശാന്തിയിൽ ഉറച്ചു നിൽപ്പിൻ. Abide in divine healing. மூன்றாமது நீதிமொழிகள் 19 அதிகாரம் 11 வசனத்தின்படி മൂന്നാമതായി സദൃശവാക്യം 19 അധ്യായം 16 വചന പ്രകാരം Thirdly, Proverbs chapter 19. மற்றவருடைய குற்றங்களை நீ மனப்பூர்வமாக மன்னிப்பதினால் தேவ மகிமையை பெற்றுக்கொள்ளலாம். മറ്റുള്ളവരുടെ ലംഘനങ്ങളെ ഹൃദയപൂർവ്വം ക്ഷമിക്കുന്നതിലൂടെ നിനക്ക് ഈ മഹത്വം പ്രാപിക്കാം. Wholeheartedly, as if I give the sins of others, you can மற்றவருடைய get the glory. குற்றங்களை மன்னியுங்கள். മറ്റുള്ളവരുടെ ലംഘനങ്ങളെ ക്ഷമിക്കുവിൻ. Forgive the transgressions of மனப்பூர்வமாக others. மன்னித்து விடுங்கள். ഹൃദയപൂർവ്വം ക്ഷമിച്ച് വിട്ടുകളയുവിൻ. Willingly forgive and ഹൃദയത്തെ forsake. കസപ്പ് வைத்து പോകാതെ. ഹൃദയത്തിൽ കയ്പ് സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകരുത്. Do not store ஆண்டவரே bitterness in the எனக்கு heart. அந்த மகிமை வேண்டும் என்று சொல்லுங்கள். കർത്താവേ, ഈ മഹത്വം എനിക്ക് വേണമെന്ന് പറയുവിൻ. Plead, oh God, give me this glory. ஆனபடினால் மற்றவர்களுடைய குற்றங்களை மனப்பூர்வமாக மன்னிக்கும் போது மகிமையை பெற்றுக்
പെറ്റുകൊള്ളലാം. നീതിമൊഴികൾ 19:11. സദൃശവാക്യം 19-ാം അധ്യായം 10-ാം വാക്യം കാണുമ്പോൾ മറ്റുള്ള ലംഘനങ്ങളെ ഹൃദയപൂർവ്വം ക്ഷമിച്ചതിന് മറച്ചു കളഞ്ഞാൽ മഹത്വം പ്രാപിക്കാം. Proverbs chapter 19:11. Deliberately, once you forgive the sins of others, you can get the glory of God. കടേസിയാക 2 തെസ്സലോനിക്കർ 2-ാം അധികാരം 13-14 വചനത്തിൻപടി 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 13-14 വചനങ്ങൾ പ്രകാരം 2 Thessalonians chapter 2 verses 13 and 14. தேவனுடைய சுவிசேஷத்துக்கு ஆழமான மகிமையின் அப்போஸ்தலிக உபதேசத்துக்கு நீ கீழ்ப்படிந்து ஜீவிக்கும் போது மகிமையை பெற்றுக்கொள்ளலாம். அதற்காக தேவன் നമ്മെ അழைத்தார். ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നതിനാണ് ദൈവത്തിന്റെ വചനം ആഴമായ അപ്പോസ്തലിക സുവിശേഷ സത്യങ്ങൾക്ക് വിധേയപ്പെടുമ്പോൾ മഹത്വം പ്രാപിക്കാം. അതിനായിട്ടല്ലോ നമ്മെ വിളിച്ചിരിക്കുന്നത്. God has called you to be submissive and the glorious gospel. For the same purpose, we have to commit ourselves. இப்படி தேவ மகிமையை நாம் பெற்றுக்கொள்வோம். ഇങ്ങനെ ദൈവമഹത്വം വീണ്ടും പ്രാപിക്കാം. Thus, let us receive the glory of God. മഹത്വത്തിൽ ജീവിക്കാം. Live in glory. மகிமையில் வெளிப்படுகிற இயேசுவை சந்திப்போமாக. മഹത്വത്തിൽ പ്രത്യക്ഷനാകുന്ന യേശുവിനെ എതിരേൽക്കാം. Meet the Lord who is going to appear in glory. இதுவே கர்த்தருடைய மகிமைக்கு சாயலுக்கு ஒப்பான தரிசனம். ഇതാകുന്നു യഹോവയുടെ മഹത്വത്തിന്റെ പ്രത്യക്ഷതയുടെ ദർശനം. This is a vision like unto the glory of God. ആയാൽ இந்த സത്യങ്ങൾക്ക് കീഴ്പ്പെടുത്തി ജീവിക്കുമ്പടിയാகவும் ഒരു വല്ലമേൻ അഭിഷേകത്തെ പെറ്റുകൊണ്ട് കടന്നു പോകുമ്പടിയാகவும் നാം എല്ലാവരും എളുമ്പി നിൽപ്പോമാണ്. ആകയാൽ ഈ മഹത്വമേറിയ സത്യത്തിനൊത്തോളം ജീവിക്കേണ്ടതിനായിട്ട് ഒരു ശക്തിയേറിയ അഭിഷേകം നമ്മൾ പ്രാപിക്കാം. ഇപ്പോൾ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. Let us all stand up to have a powerful anointing to follow the truths in the life. എല്ലാവരും അഭിഷേകത്തെ പെറ്റുകൊള്ളുங்கள். എല്ലാവരും അഭിഷേകം പ്രാപിക്കുവിൻ. Come on, receive this anointing. 5 നിമിഷങ്ങൾ മറ്റോ ഒരു 5 മിനിറ്റേ ഉള്ളൂ. Only 5 minutes എത്ര more. പേർക്ക് മഹിമ തേവേ? എത്ര പേർക്ക് ഈ മഹത്വം ആവശ്യം? How many need എത്ര this പേർ glory? മഹിമയിൽ ജീവിക്കാൻ വിരുമ്പുகிறீர்கள்? എത്ര പേർക്ക് ഈ മഹത്വത്തിൽ ജീവിക്കാൻ താല്പര്യമുണ്ട്? How many want to abide in the എത്ര same പേർ glory? ഉലകത്തിൻപടി ജീവിക്കാൻ വിരുമ്പുகிறீர்கள்? എത്ര പേർ ലോകപ്രകാരം ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നു? How many want to accomplish എനിക്ക് the ലോകം worldly life? വേണ്ട. ലോകം എനിക്ക് വേണ്ട. Let us cast away the സാത്താന്റെ world. സരക്ക് എനിക്ക് വേണ്ട. എനിക്ക് ലോകത്തിന്റെ ചരക്കുകൾ സാത്താന്റെ ചരക്കുകൾ വേണ്ട. I don't want the എനിക്ക് goods for the world. ദേവ മഹിമ പോതും. എനിക്കോ ദൈവ മഹത്വം മതി. Simply, I want to have the glory of God. ആഗ്രഹിക്കുന്നവർ എത്ര പേർ? அப்படிப்பட்டவர் வல்லமையின் அபிஷேகத்தை பெற்றுக்கொள்ளுங்கள். അങ്ങനെയുള്ളവർ ശക്തിയായ അഭിഷേകം പ്രാപിക്കുവിൻ. Receive such a powerful anointing. കരങ്ങളെ തട്ടി തട്ടി ആവിയിൽ നിറമ്പി ദേവനെ തുതിയുங்கள். കരഘോഷത്തോടെ ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പിൻ. Clap the hands deep into the spirit. Rejoice in the Lord. മഹിമ ഇറങ്ങട്ടെ. മഹത്വം ഇറങ്ങി വരട്ടെ. May glory come upon you. പിന്മാറ്റങ്ങൾ മാറട്ടെ. പിന്മാറ്റങ്ങൾ മാറട്ടെ. May backsliding depart അധൈര്യങ്ങൾ you. അകന്നു പോകട്ടെ. അധൈര്യങ്ങൾ നീങ്ങിപ്പോകട്ടെ. May discouragement go away. വിശ്വാസത്തിൽ ബലപ്പെടുவோம். വിശ്വാസത്തിൽ ശക്തിപ്പെടാം. Be strong in the faith. ദേവനുക്കാக ജീവിப்போம். കർത്താവിനായി ജീവിക്കാം. Live unto the Lord. ആമേൻ ആമേൻ ആമേൻ. വല്ലമേൻ അഭിഷേകത്തെ പെற்றுകൊള്ളുங்கள். ഓ ശക്തിയുള്ള ഒരു അഭിഷേകം പ്രാപിക്കാം. Receive powerful anointing. സാത്താൻ വെക്കപ്പെട്ട് പോകട്ടെ. സാത്താൻ ലജ്ജിച്ചോടട്ടെ. May the devil go away being ashamed of. നീ വല്ലമേൻ അഭിഷേകത്തിൽ നിറമ്പുമ്പോൾ ഈ ശക്തിയുടെ അഭിഷേകത്താൽ നീ നിറയുമ്പോൾ As you are filled by the mighty സാത്താൻ anointing. തോറ്റ് ഓടിപ്പോവാ. സാത്താൻ തോറ്റുപോകും, ഓടിപ്പോകും. Devil is defeated. He runs away. Kabaura mana diribila bulam chadana mana dirai rabalab chadana mana dirai rabalab chadana mana dira. Amen 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 amen. മഹിമ 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 ഇറങ്ങട്ടെ. മഹിമ ഇറങ്ങട്ടെ. മഹത്വം ഇറങ്ങട്ടെ. മഹത്വം ഇറങ്ങട്ടെ. Be room for glory. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം അസന്നമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം അസന്നമേ. അതിനാശയിൽ അതിനാനന്ദമേ അതിൻ പ്രത്യാശയിൻ പ്രഭാതമേ. അതിനാശയിൽ അതിനാനന്ദമേ അതിൻ പ്രത്യാശയിൻ പ്രഭാതമേ. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം
വന്മകൻ ഞാൻ കാണും കാലമേറ്റം ഹസനമേ തേജസ്സിലേശുവിൻ വന്മകൻ ഞാൻ കാണും കാലമേറ്റം ഹസനമേ തേജസ്സിലേശുവിൻ വന്മകൻ ഞാൻ കാണും കാലമേറ്റം ഹസനമേ Amen. Tonight we heard how God is doing a work of perfection. He has given us the gospel, the doctrine which is able to bring us to that perfection, all these 4 perfections. ഇന്ന് രാത്രികാലം ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരു പൂർണ്ണതയുടെ പ്രവൃത്തിയെ ചെയ്യുന്നതായിട്ട് നാം കേട്ടു. ആ സുവിശേഷം, ആ 4 വിധത്തിലുള്ള പൂർണ്ണത പ്രാപിക്കുവാൻ ആവശ്യമായ ആ സുവിശേഷ ഉപദേശം ദൈവം നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു. இன்றைக்கு தேவன் நம்முடைய வாழ்க்கையிலே ஒரு மகிமையின் கிரியை செய்வதாக நாம் கேட்டோம். இந்த சுவிசேஷமானது நம்முடைய வாழ்க்கையிலே இந்த 4 விதமான பூரணங்களை கொண்டு வருவதாக நாம் கேட்டோம். Through that doctrine we are able to grow. The man of God can be brought to perfection. ആ ഉപദേശത്തിൽ കൂടെ ആ ദൈവ പുരുഷനെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ കഴിയും. ഉപദേശത്തിൻ മൂലமாக தேவனுடைய மனிதன் அவன் பூரணத்தை அடைகிறான். So for that we need the whirlwind. അതിനായി നമുക്കൊരു കൊടുങ്കാറ്റ് വേണം. இதற்காக நமக்கு ஒரு புசல் காற்று தேவை. The whirlwind is the anointing that comes from the north, from Zion. കൊടുങ്കാറ്റ് എന്നുള്ളത് സിയോനിൽ നിന്ന് ദൈവത്തിൽ നിന്ന് വരുന്നതായ അഭിഷേകമാണ്. இந்த புசல் காற்று என்பது தேவனிடத்திலே சியோனிலே இருந்து வரும் அபிஷேகம். On the day it was heard like a rushing mighty wind. അതൊരു കാറ്റടിക്കുന്ന മുഴക്കത്തോടുകൂടിയ കാറ്റ് പോലെ വരുവാനിടയായി. பலத்த காற்றடிக்கிறதான முழக்கத்தை போல அது வந்தது. The church of God is formed. Oh, the body of Christ is formed through the anointing. അഭിഷേകത്തിൽ കൂടിയാണ് ദൈവസഭ, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭ ഉരുവാകുന്നത്. அபிஷேகத்தின் மூலமாக தேவனுடைய சபை கிறிஸ்துவின் சரீரம் உருவாக்கப்பட்டது. If you don't speak in tongues, you are not part of the church of God, the body of Christ. നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുന്നില്ലെങ്കിൽ ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയുടെ ഭാഗമായി നിങ്ങൾ മാറിയിട്ടില്ല. நீங்கள் அந்நியபாஷை பேசாவிட்டால் கிறிஸ்துவின் சரீரமான தேவ சபையிலே நீங்கள் ஒரு பங்கல்ல. Oh, the fire is coming. അഗ്നി ഇറങ്ങി വരുന്നു. இதோ அக்கினி வருகிறது. Oh, we are being changed into that body of Christ. നാം ക്രിസ്തുവിന്റെ ശരീരമായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു. கிறிஸ்துவின் சரீரமாக மாற்றப்படுகிறோம். Oh, we need to, that fiery anointing after the first baptism of the Holy Spirit, we need repeated anointings. That is the fiery anointing. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് ശേഷം നമുക്ക് വീണ്ടും അഗ്നി അഭിഷേകം ആവശ്യമായിരിക്കുന്നു. முதலாவது அபிஷேகம் பெற்ற பின்பு நாம் மறுபடியும் அபிஷேகம் பெற வேண்டும். அதுதான் அக்கினி அபிஷேகம். Drink into one spirit. ഒരു ആത്മാവിനെ പാനം ചെയ്തുമിരിക്കുന്നു. ஒரே ஆவியினாலே
യാഗം When we receive repeated anointing, that's the fire. നാം ആ അഭിഷേകത്തെ വീണ്ടും പുതുക്കുമ്പോൾ അതാണ് അഗ്നിയാകുന്നത്. മറുപടി അഭിഷേകം മറുപടി അതാണ് അഗ്നി. This is called the excellency of the power of God. ഇതാണ് ദൈവത്തിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം എന്ന് പറയുന്നത്. ഇതാണ് അവരുടെ മഹാമേന്മയാണ് വല്ലമൈ. The offering of the Gentiles will be acceptable, being sanctified in this way by the power of the Holy Spirit. ജാതികൾ എന്നുള്ള വഴിപാട് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നു. പുറജാതിയാരും കാണിക്കൈ പരിശുദ്ധാവിൻ അഭിഷേകത്തിനാലേ ദേവനുക്ക് പരിശുദ്ധമാക്കപ്പെടുகிறது. On the altar which was prepared, all the fire came and burnt everything that was on it. ഈ യാഗപീഠം ഒരുക്കി കഴിഞ്ഞപ്പോൾ ആ ദൈവത്തിന്റെ തീ ഇറങ്ങി എല്ലാം ദഹിപ്പിക്കുവാനിടയായി. ബലിപീഠത്തെ ആയത്തം പണിന പിൻപ് ദേവസഭയിൽ അഗ്നി വന്ന് അതെല്ലാം ദഹിപ്പിച്ചത്. Oh, everything should be burnt to ashes. എല്ലാം ചാമ്പലായി തീരണം. എല്ലാം സുട്ടരിക്കപ്പെട്ട് സാമ്പലായി മാറി വിടുகிறது. Oh, we are today put away all the spiritual idols from your life. നിങ്ങളുടെ ജീവിതത്തിലുള്ള ആത്മീക വിഗ്രഹങ്ങളെ എല്ലാം നീക്കി കളയുവിൻ. ആവിക്കുரிய വിഗ്രഹങ്ങളെല്ലാം ജീവിതത്തെ വിട്ട് നീക്കി പോടുവോ. Put away all rebellion from your life. എല്ലാവിധமான മുരട്ടാട്ടങ്ങളെയും വാഴ്ക്കയിലിരുന്ന് അകറ്റുവോ. എല്ലാ ദുശാഠ്യവും എല്ലാ മത്സരവും നീക്കി കളയുവിൻ. All covetousness and the lust of the flesh, lust of the eye, pride of life. ദ്രവ്യാഗ്രഹവും ജഡമോഹവും കൺമോഹം ജീവനത്തിന്റെ പ്രതാപവും നീക്കി കളയുവിൻ. എല്ലാ ദുരിച്ഛകളെ മാംസത്തിൻ ഇച്ഛை കண்களின் ഇച്ഛை ജീവനത്തിൻ പെരുമയെ നീക്കി പോടുവോ. Put away the hypocritical life. ആ അസന്മാർഗീയ ജീവിതത്തെ നീക്കി കളയുവിൻ. മായമാലത്തെ നാം നമ്മ കപട ഭക്തിയെ വാഴ്ക്കയിലിരുന്ന് നീക്കി പോടുവോ. Anything you love more than God, repent right now. ദൈവത്തെക്കാൾ അധികമായി നിങ്ങൾ എന്തിനെങ്കിലും സ്നേഹിക്കുന്നുവെങ്കിൽ ഇപ്പോൾ അനുദപിക്കുവിൻ. ദേവനെ പാർക്കലും അധികമായി നേസിക്കുന്ന കാര്യങ്ങളെ അകറ്റുവോ. Oh, put away all the vain conversation. എല്ലാ വ്യർത്ഥ സംസാരങ്ങളും നീക്കി കളയുവിൻ. വീണാന നടക്കൈകളെ പേച്ചുകളെ എല്ലാം വിട്ടു വിലകുവോ. Oh yes, put away the things of this world and the worldliness. ലോകത്തെയും ലോകത്തിലുള്ള എല്ലാ ലൗകിക കാര്യങ്ങളെയും വിട്ടുകളയുവിൻ. ഉലകത്തെ ലൗകികങ്ങളെ നാം വിട്ടുവിടുവോ. Put away all bitterness, anger and unforgiveness and such natures. എല്ലാ കോപവും എല്ലാ കയ്പും ക്ഷമിക്കുവാൻ കഴിയാത്ത സ്വഭാവങ്ങളും എല്ലാം വിട്ടുകളയുവിൻ. കോപങ്ങൾ കസപ്പുകൾ മൂർഖങ്ങൾ മன்னிக்க முடியாத സ്വഭാവങ്ങളെ എല്ലാം വിട്ടുവിടുവോ. Oh, right now that fire is going to come down. ഇപ്പോൾ തന്നെ ആ തീ ഇറങ്ങി വരുവാൻ പോകുന്നു. ഇപ്പോഴേ അഗ്നി ഇറങ്ങാൻ പോകുന്നത്. All is going to be burned to ashes. എല്ലാം ദഹിച്ച് ചാമ്പലാകുവാൻ പോകുന്നു. ബലിപീഠങ്ങളെല്ലാം സുട്ടരിക്കപ്പെട്ട് സാമ്പലാകും. Your carnal thoughts, നിങ്ങളുടെ ജഡികമായ ചിന്തകൾ, ഉങ്ങളുടെ മാംസത്തുക്കുரிய all your carnal actions, നിങ്ങളുടെ ജഡികമായ പ്രവൃത്തികളെല്ലാം, മാംസത്തുക്കുரிய ക്രിയകൾ, all your carnal character, നിങ്ങളുടെ ജഡിക സ്വഭാവങ്ങളെല്ലാം, മാംസിക സ്വഭാവങ്ങളെല്ലാം, fire is coming down. തീ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. അഗ്നി ഇറങ്ങി വരുகிறது. If you have repented, നിങ്ങൾ അനുദപിച്ചിരിക്കുന്നുവെങ്കിൽ, നിങ്ങൾ മനംതിരിപ്പീர்கள் എന്നാൽ fire is going to come into your heart. തീ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുവാൻ പോകുന്നു. അഗ്നി ഉങ്ങൾ ഉള്ളത്തുക്കുള്ളാക വരും. Glory of God is going to fill you. ദൈവ തേജസ്സ് നിങ്ങളെ നിറയ്ക്കുവാൻ പോകുന്നു. ദേവമഹിമ ഉങ്ങളെ നിറപ്പ പോകുന്നത്. Start speaking in tongues. അന്യഭാഷയിൽ സംസാരിക്കുവാൻ തുടങ്ങുവേ. അന്യഭാഷ പേശ തുവങ്ങുങ്ങൾ. Hallelujah. 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 Oh, he's transforming us right now. അവൻ നമ്മെ ഇപ്പോൾ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അവരിപ്പോഴേ നമ്മെ മറുരൂപപ്പെടുത്തുகிறார். To the spirit, the spirit of God is mortifying all the deeds of the body in our life. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അവൻ നമ്മുടെ ശരീരത്തിന്റെ പ്രവൃത്തികളെ, ജഡത്തിന്റെ പ്രവൃത്തികളെ എല്ലാം മരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പരിശുദ്ധാവിൻ അഭിഷേകത്തിനാലേ നമ്മുടെ മാംസത്തിൻ ക്രിയകളെല്ലാം അവർ അഴിച്ചു പോടുகிறாർ, മരിക്കപ്പെടുகிறாർ. We are not going to quarrel anymore. ഇനി നാം ഒരിക്കലും ശണ്ഠയിടുകയില്ല. ഇത് മുതൽക്കൊണ്ട് നാം സണ്ടയിടുവതില്ല. But that fire must come down. ആ തീ നമ്മുടെ മധ്യ ഇറങ്ങി വന്നിരിക്കുന്നു. അഗ്നി വരെ ഇടം കൊടുക്കുക. No more room for the lust in our lives anymore. നമ്മുടെ ജീവിതത്തിൽ ഇനി ഒരിക്കലും മോഹത്തിന് ഇടമില്ല. ഇത് മുതൽക്കൊണ്ട് ഇച്ഛകൾക്ക് വാഴ്ക്കയിലെ ഇടമില്ല. Oh, no more room for hypocritical life. ഒരു കപടഭക്തി, കപടമായ ഒരു ജീവിതത്തിന് നമ്മുടെ ജീവിതത്തിൽ ഇടമില്ല. മായമാല വാഴ്ക്കയ്ക്ക് നമ്മുടെ വാഴ്ക്കയിലെ ഇടമില്ല. All our love will be for Jesus alone. നമ്മുടെ ജീവിതം നണ്ടല്ല കർത്തരാകിയ യേശുവിൻ മേൽ ഇരിക്കും.
നമ്മുടെ ജീവിതമെല്ലാം യേശുവിന്റെ മഹത്വത്തിന് We വേണ്ടി will മാത്രം only love Him. നാം അവനെ മാത്രം സ്നേഹിക്കും. നാം അവരെ மட்டும் நேசிப்போம். Now the glory is coming down. ഇപ്പോൾ ആ തേജസ് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുന്നു. மகிமை இறங்கி வருகிறது. When the spirit of glory comes among you, the glory has been restored. ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളുടെ മേൽ ഇറങ്ങി വരുമ്പോൾ ആ തേജസ് യഥാസ്ഥാനപ്പെടുന്നു. மகிமையின் ஆவி வரும்பொழுது மகிமை உங்கள் வாழ்க்கையிலே திருப்பி தரப்படும். When you forgive other sins, the glory is restored. നിങ്ങൾ മറ്റുള്ളവരുടെ പാപങ്ങൾ ക്ഷമിക്കുമ്പോൾ ആ തേജസ് നിങ്ങൾ യഥാസ്ഥാനപ്പെടുന്നു. மற்றவர்களின் பாவங்களை நீங்கள் மன்னிக்கும் பொழுது நீங்கள் சீர்படுத்தப்படுவீர்கள். When you suffer in your body, soul and spirit, the glory is filling you. നിങ്ങളുടെ ദേഹം ദേഹി ആത്മാവിൽ നിങ്ങൾ കഷ്ടം അനുഭവിക്കുമ്പോൾ ആ തേജസ് നിങ്ങളെ നിറയ്ക്കുന്നു. ஆவி ஆத்மா சரீரத்திலே பாடு அனுபவிக்கும் பொழுது மகிமை நிரப்பும். When you give room to the glorious gospel, the glory is filling you. തേജസ്സേറിയ സുവിശേഷത്തിന് നിങ്ങൾ ഇടം കൊടുക്കുമ്പോൾ ആ തേജസ് നിങ്ങളെ നിറച്ചുകൊണ്ടിരിക്കുന്നു. மகிமை சுவிசேஷத்துக்கு இடம் கொடுக்கும் பொழுது மகிமை உங்களை நிரப்பும். Just 2 more minutes. ഇനി 2 മിനിറ്റ് മാത്രമേ ഉള്ളൂ. 2 நிமிடங்கள் மட்டுமே. Don't keep quiet. മൗനമായി ഇരിക്കരുതേ. நீங்கள் மௌனமாக இருக்க வேண்டாம். Fire of God is burning in you to transform you. ദൈവത്തിന്റെ അഗ്നി നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാൻ നിങ്ങളുടെ ഉള്ളിൽ ജ്വലിച്ചുകൊണ്ടിരിക്കുന്നു. അഗ്നി ദേവാഗ്നി ഉங்களுக்குள்ளே ജ്വലിച്ച് உங்களை മറുരൂപപ്പെടുത്തുகிறது. ദൈവത്തിന്റെ തേജസ് ഇവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി, പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ് ഇവിടെ, ദൈവത്തിന്റെ തേജസ് ഇവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി, പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ് ഇവിടെ, ദൈവത്തിന്റെ തേജസ് ഇവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി, പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ് ഇവിടെ, ദൈവത്തിന്റെ തേജസ് ഇവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി, പ്രകാശിക്കവേണം വെളിച്ചമായി. ദൈവത്തിന്റെ തേജസ് ഇവിടെ, ദൈവത്തിന്റെ തേജസ് ഇവിടെ പ്രകാശിക്കവേണം വെളിച്ചമായി, പ്രകാശിക്കവേണം വെളിച്ചമായി.